സാക്ഷ്യം കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഒരു വിശ്വാസിയായി മാറും. കാര്യം അത് അവിശ്വാസികളെ ടാർഗറ്റ് ചെയ്യുന്നൊരു സാക്ഷ്യമാണ്. അതെന്താ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഡോക്ടർ അവരോട് പറഞ്ഞു, ഇനി ഈ ജന്മത്ത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല, ഈ ജന്മത്ത്. അതവർ ഇന്നത്തെ സാക്ഷ്യത്തെ പറയുന്നുണ്ട് അവർ. അപ്പോൾ അവർക്കത് തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം പൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ ശാസ്ത്രമാർഗങ്ങളെ പൂർണ്ണമായി ആ വാതിലെ, ആ പ്രത്യാശയുടെ വാതിലെ അടച്ചിരിക്കുക. ആ പ്രത്യാശയുടെ വാതിലെ അടച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ വാതിലടച്ചാൽ, അപ്പോൾ അതോടുകൂടി അടഞ്ഞു പോണവരുണ്ട് ജീവിതത്തിലെ. ശാസ്ത്രത്തിൻ്റെ വാതിലടച്ചാൽ അതോടുകൂടി വാതിൽ അടഞ്ഞു പോണവരുണ്ട്. പക്ഷേ വിശ്വാസിയുടെ വാതിൽ ഒരിക്കലും അടക്കപ്പെടത്തില്ല. ഈ സ്ത്രീയുടെ അമ്മ അവരോട് പറയും, ഏതായാലും നീ ഒന്ന് കൃപാസനത്തിൽ ചെല്ല്, അവിടെ വരെയെങ്കിലും ഒന്ന് ചെല്ല് എന്നാ പറയണത്. എന്താ കാര്യം? അവിടെ അമ്മ അടഞ്ഞുപോയ വാതിലുകളെ അനേകായിരങ്ങൾക്ക് തുറക്കുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് ഒരു മുട്ടിപ്പില്ലാതെ ഇങ്ങനെ. കാര്യം എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ കോവിഡുണ്ട്, പക്ഷെ സാക്ഷ്യത്തിൻ്റെ വാതിൽ ഒരിക്കലും അടച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു 100-200 സാക്ഷ്യങ്ങൾ ഇപ്പോഴും നമ്മൾക്കത് പോസ്റ്റ് ചെയ്യാനുണ്ട്. 200 സാക്ഷ്യങ്ങൾ. അത് എ ഗ്രേഡ് സാക്ഷ്യങ്ങളാണ്. ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ കിട്ടിയാലും അതിൽ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യങ്ങളാണ് ഏതെങ്കിലും കാര്യങ്ങൾ, ഉടമ്പടിയുടെ വിശ്വസ്തതയോ അല്ലെങ്കിൽ ഉടമ്പടിയുടെ സമയത്തിലുള്ള ഇടപെടലോ ഒക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒറ്റ സാക്ഷ്യം മതി നിങ്ങൾ വിശ്വസിക്കാൻ. അതെൻ്റെ ഹെഡിങ് അതാണ്. ഈ ഒറ്റ സാക്ഷ്യം മതി നിങ്ങൾ വിശ്വസിക്കാൻ. എന്താണ് സാക്ഷ്യത്തിൻ്റെ പേര്? ആ സാക്ഷ്യത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ 13 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അതാണ്. അപ്പോൾ അവർ പറയണത് കേരളത്തിലുള്ള മുഴുവൻ ആശുപത്രികളിലെ ഞാൻ പോയതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാവാത്മകമായ അലങ്കാരികമായ പറച്ചിലാണ്. അതായത് മാക്സിമം അവർ പോയെന്നതിൻ്റെ അർത്ഥം. പക്ഷേ എന്ത് പറ്റി? അവസാനം അവരെ ചികിത്സ ഡോക്ടർ പറയും, നിങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ല ഒരു കുഞ്ഞിനെ കിട്ടാൻ എന്ന് പറയുമ്പോൾ ശാസ്ത്രം അതിൻ്റെ വാതിലെ, അതായത് ശാസ്ത്രത്തിന് ഇപ്പോൾ വരെയുള്ള അറിവ് ഇവിടെ വച്ച് തീരുകയാണ്. പക്ഷേ അപ്പോഴും ഒരു വാതിൽ തുറക്കണത് ആരാണ്? ഒരു വിശ്വാസിയാണ് വാതിൽ തുറക്കണത്. ആര്? അമ്മ. അമ്മ എന്താ പറയണത് ഈ മകളോട്? നീ ഇനി കൃപാസനം വരെയെങ്കിലും ഒന്ന് പോവുക. കാര്യം അവളത് മടുത്തേ. ഈ വൈകിപ്പോകുന്നവർ മടുത്തു പോകും. വൈകിപ്പോകുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എന്തെങ്കിലും വിഷയം വൈകിയാൽ പിന്നെ നമുക്കുണ്ടാകണത് എന്താണ്? മടുപ്പാണ്, അല്ലേ? ഇപ്പോൾ പല പല ആശുപത്രികളിൽ പോയി, ഇനി എല്ലായിടത്തും പോയി, ഇനി എവിടെ പോകാനാണെന്ന് പറഞ്ഞാൽ മടുപ്പാണ്. വൈകിപ്പോയാൽ മടുപ്പുണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോഴും നേരത്തെ ആയാൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സ്വീകരിക്കാനുള്ള റിസെപ്റ്റിവിറ്റിയോ ഉണ്ടാകത്തില്ല. ഇങ്ങനെ സമയത്തിന് 2 കാര്യങ്ങൾ സംഭവിക്കും. എന്താണ്? ചിലപ്പോൾ വൈകിപ്പോവും, ചിലപ്പോൾ നേരത്തെ ആകും. ഇപ്പോൾ സമയം വൈകിപ്പോയാലും ആ സമയത്ത് സംഭവിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണതാണ്. ഇപ്പോൾ അപ്പോസ്തലന്മാർ ഈ മർക്കോസിൻ്റെ സുവിശേഷമില്ലേ 6-ാം അധ്യായത്തിലെ, അപ്പോൾ ഇതൊരു വിജനപ്രദേശമാണ്. നേരവും സമയവും വൈകി. അപ്പോൾ അവിടെ എന്ത് പറ്റി? സമയം വൈകിപ്പോയി. ഇതൊരു വിജനപ്രദേശമാണ്, സമയവും വൈകി. ശ്രുതികട ഹല്ലേലൂയ. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു വിജനപ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. സമയത്തിനൊരു പ്രശ്നം അതാണ്. എന്താണ്? വൈകും. ഇപ്പം ഈ ചേച്ചിയുടെ വിഷയം എന്താണ്? സമയം വൈകിപ്പോയി.
ഇപ്പോൾ 38 വർഷമായിട്ട് വിവാഹം നടക്കാത്ത ആൾക്കാരില്ലേ? ഇവിടെ 50 വർഷമായിട്ട് വിവാഹം നടത്താക്കാത്ത ആൾക്കാരെ അമ്മ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം സമയം വൈകിയെന്ന് പറഞ്ഞ സംഭവം കർത്താവിൻ്റെ പരിഗണനയിലില്ല. സമയം വൈകി. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഓർക്കണം, ഇതൊരു വിജന പ്രദേശമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സഹായിക്കാൻ ആരുമില്ല ഇവിടെ. വിജയപ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടകമ്പോളങ്ങളൊന്നുമില്ല, ഭക്ഷണം കൊടുക്കാൻ മാർഗമില്ല, അപ്പോൾ സഹായിക്കാൻ ആരുമില്ല. ഇപ്പം നമ്മുടെ ജീവിതത്തിലും സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുന്നൊരു നിമിഷം വരണം. നമ്മുടെ ജീവിതത്തിലും സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ഒരു നിമിഷം വരും. അതിനാണ് വിജനപ്രദേശം എന്ന് പറയുന്നത്. ആരുമില്ലാത്ത അവസ്ഥ. ഇതൊരു വിജനപ്രദേശമാണ്. പിന്നെ എന്താ സംഭവിക്കുന്നത്? 2 കാര്യം. ഒരു മനുഷ്യന് പ്രതികൂലമാകാൻ സാധ്യതയുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്ഥലം പ്രതികൂലമാകും. നമ്മൾ നിൽക്കുന്ന ഇടം പ്രതികൂലമായി മാറും. അതെല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് അച്ഛാ എങ്ങനെയെങ്കിലും ഒരു ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയാം. എന്താണ്? അവിടെ സ്ഥലം പ്രതികൂലമായി മാറി. അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ അവസ്ഥ പ്രതികൂലമായി. പിള്ളേർ കശപിശ കുട്ടി, എന്തുമാത്രം ഭാര്യമാരാണെന്നറിയോ ഭർത്താക്കന്മാരെ വിളിച്ചു വരുത്തി വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. എന്താണ്? മക്കളുടെ കലപില കൂടിയത് കാരണം, കശപിശ കൂടിയത് കാരണം പെൺമക്കൾ വേറെ ചില തെറ്റായ ബന്ധങ്ങളിലൊക്കെ ചെന്നിട്ട് അമ്മ പറയണത് കേൾക്കാതിരിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ അമ്മയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ നിങ്ങൾ ഈ നശിച്ച ജോലി അവസാനിപ്പിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുക, അല്ലെ പിള്ളേരും ചീത്തയായി പോകും. അപ്പം നമ്മുടെ സ്ഥലം എന്ത് പറ്റും? നമ്മുടെ സ്ഥലം പ്രതികൂലമായി മാറും. മക്കളെ, അപ്പം തന്നെ പക്ഷേ ദൈവഹിതം അറിയണം. നമ്മൾ ഭാര്യ പറഞ്ഞെന്ന് പറഞ്ഞ് കെട്ടിയെടുത്ത് ഇങ്ങോട്ട് പോരരുത്, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞ് കെട്ടിയെടുത്ത് പോരരുത്. ഈ വിഷയത്തിലെല്ലാം ദൈവഹിതമുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും ദൈവഹിതം തിരക്കുന്ന ആളാണ് നീ എന്ന് വിചാരിച്ചോ? എല്ലാ വിഷയങ്ങൾക്കും ദൈവഹിതം തിരക്കുന്ന ആളാണ് നീ എങ്കിൽ ദൈവഹിതം നിനക്ക് വെളിപ്പെടും. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ എനിക്ക് 4 രോഗങ്ങൾ ഒരുമിച്ച് വന്നു. ഞാൻ കിടപ്പായിപ്പോയി. അത് ക്രിസ്മസിൻ്റെ നല്ല സീസണിൽ കിടപ്പായിപ്പോയി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി എടുക്കുകയല്ലേ നല്ലത്. കാര്യം നമ്മളെ കയ്യിൽ നിന്ന് സാധനം വിട്ടുപോയി. പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്കോ അതുപോലെ തന്നെ വചനവായനയ്ക്കോ ഒരു കുഴപ്പമുണ്ടായില്ല. അത് മുമ്പത്തൊക്കെ ഭംഗിയായിട്ട് നടന്നെങ്കിലും ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഉടമ്പടി എടുക്കുന്നതായിരിക്കുന്നതല്ല. അപ്പോൾ ഉടമ്പടി അമ്മ എനിക്കാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഞാൻ ഉടമ്പടി എടുക്കരുതെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാര്യം ഉടമ്പടി എടുക്കണം എന്ന് പറയുമ്പോൾ ഒരു വിഷയം നടക്കാൻ വേണ്ടി നമുക്ക് ലഭ്യമാകുന്ന അവസാനത്തെ സാധ്യത വരെ നമ്മൾ ദൈവത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു വിഷയമാണ്. നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥ. പക്ഷേ ഞാൻ ഇത്രയും സുവിശേഷം പ്രസംഗിച്ചിട്ടേ എനിക്ക് നിക്കക്കളിയില്ലാത്തൊരവസ്ഥ വന്നാൽ ഞാൻ സ്വാഭാവികമായിട്ട് ഉടമ്പടിയോട്ട് പോകും. കാര്യം ഉടമ്പടി നിക്കക്കളിയില്ലാത്തതിൻ്റെ പ്രാർത്ഥനയാണ്. പക്ഷേ ഞാനതിനെന്താ അമ്മയോട് ചോദിച്ചു. ഒരു ദിവസം മുഴുവനും പ്രാർത്ഥിച്ച് അല്ലാതെ തന്നെ ആ ദിവസങ്ങളിൽ മുഴുവനും ആത്മീയമായ ക്രിസ്മസിന് മനസ്സുകൊണ്ട് ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. പക്ഷേ വചനം എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, നീ ചിന്തിക്കേണ്ടത് മാനുഷികമായിട്ടാണ്. നിനക്കുള്ളത് എന്താണ്? മനുഷ്യപുത്രൻ ശത്രുകരങ്ങളിൽ അവരെ ഏൽപ്പിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. 3-ാം ദിവസം ഉയർത്തി നിൽക്കും. അപ്പോഴത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പറയുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് അമ്മ എനിക്ക് തന്നിരിക്കണത്. അതുകൊണ്ട് നീ ചിന്തിക്കണത് ഇത് ഉടമ്പടി എടുത്ത് ഇത് രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുക എന്നുള്ള നിൻ്റെ ഉദ്ദേശം മാനുഷികമാണ്, ദൈവികമല്ല എന്ന് പറയും. ഞാൻ മനസ്സൊക്കെ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും? അങ്ങനെ വന്ന അവസ്ഥ എന്തു ചെയ്യും? നമ്മൾ അമ്മ പറഞ്ഞതുപോലെ അങ്ങ് പറയും. അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ നിറവേറട്ടെ. ഇതെല്ലാം ഉടമ്പടിയാണ്. ജീവിതം തന്നെ ഉടമ്പടിയാണ്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എൻ്റെ സഹപ്രവർത്തകർ ചിലപ്പോൾ ആ മെസ്സേജ് എടുത്താൽ അവരോട് പറയാം നീ ഉടമ്പടി എടുക്കാൻ പറയും. കാര്യം എന്താണ്? നിൻ്റെ വിശ്വസ്തതയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കാൻ പറയും. പക്ഷേ എന്നോടത് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമായിട്ട് പ്രാർത്ഥിച്ച സംഭവത്തെ
മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ്. പക്ഷേ അതല്ല നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം. നീ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. അത് രോഗമാകാം, ചിലപ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ കൂടെ ആകാം, പീഡിപ്പിക്കപ്പെടും. അത് തന്നെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇപ്പോൾ അത് ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് ആൾക്കാർ ശരിക്കും ആ ഭാഗം പത്രോസ് പോലും കേട്ടില്ല. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഭാഗമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗം. പക്ഷേ അത് കേൾക്കണേക്കാൾ ഉപരി ആദ്യം കേൾക്കണത് സഹനത്തിൻ്റെ മാർഗമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഇപ്പം മെസ്സേജ് നമ്മൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവം മെസ്സേജ് തരും. മെസ്സേജ് എടുത്ത് അത് നിറവേറ്റി അതനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്ന് ദൈവത്തിന് ബോധ്യം വരണം. അവിടെ പ്രശ്നം, അല്ലാതെ മെസ്സേജിനൊരു പ്രശ്നമല്ല. അതായത് നീ ഇപ്പം മെസ്സേജ് എടുക്കണ ഓരോ വിഷയത്തിനും ദൈവം വചനത്തിലൂടെ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ദർശനത്തിലൂടെ ഒക്കെ നമുക്ക് സന്ദേശം തന്നുകൊണ്ടിരിക്കും. കാരണം ദൈവപൈതൽ ദൈവരാജ്യത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവരാജ്യം എന്താണെന്നറിയണം, അതിൽ ദൈവഹിതം എന്താണെന്നറിയണം, അല്ലെങ്കിൽ മാനുഷികമായ ഇഷ്ടം നിറവേറിയത്. ഇപ്പോൾ വൈഫ് പറഞ്ഞു പിള്ളേരൊക്കെ ലൈനടിച്ച് ചുമ്മാ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വന്നില്ലെങ്കിൽ കണ്ടവൻ്റെ പുറകെ ഇതൊക്കെ ഇറങ്ങിപ്പോകും, അതിൽ എന്നെ കുറ്റം പറയരുത്, നിങ്ങൾ എളുപ്പം രാജിവെച്ച് വരാൻ പറയും. അപ്പോൾ അത് വൈഫ് അത്രയും പ്രയാസം അനുഭവിച്ചിട്ടാണ് ഈ മക്കളെ കൊണ്ട്. കാര്യം അവരെല്ലാ സമയത്തും ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ നമുക്കറിയാം അവരുടെയൊക്കെ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ അറിയാം ഇത് വേറെ എന്തോ കേസ് കെട്ടാണ്. ദൈവമേ, നശിച്ച പ്രാർത്ഥനയുമില്ല, അതിനെയല്ല വിശ്വാസവിരുദ്ധമായ ബന്ധങ്ങളിലാണ് ചെന്ന് താടിയെങ്കിൽ അവർ കുടുംബ പ്രാർത്ഥന മുട്ടുകുത്തത്തില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പൈശാചിക തിന്മകൾ കുടുംബത്തിലേക്ക് വരുമ്പോൾ ജീവിത പങ്കാളികൾ വിഷമിച്ചു പോകും. നിങ്ങൾ എളുപ്പം വരാൻ പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്താണ്, നീ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് സംഘർഷമാകുമ്പോഴേ, നിൻ്റെ സമയം അല്ലെങ്കിൽ നിൻ്റെ സ്ഥലം പ്രതികൂലമാകുമ്പോഴേ ആദ്യം വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ സഹപ്രവർത്തകർ പറയണതല്ല നീ കേൾക്കേണ്ടത്. ആദ്യം നീ കർത്താവ് എന്ത് പറയണമെന്ന് കേൾക്കണം. കർത്താവ് എന്ത് പറയണമെന്ന് കേൾക്കണമെങ്കിലേ ഇങ്ങനെ പെരക്കത്ത് പിടിക്കുമ്പോൾ ഫയർ എഞ്ചിനെ വിളിക്കണ പോലെയുള്ള വിളിച്ചാൽ നടക്കത്തില്ല. നിരന്തരം കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നീ സൂക്ഷിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോഴേ നിന്നെ വിളിച്ച് കരയുന്നതിന് പകരം എല്ലാ കാലാവസ്ഥകളിലും നിന്നോടൊപ്പം ചേർന്ന് നിന്നെ വിശ്വസിച്ച് നിന്നിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ എന്നെ ഒരുക്കണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സമയം വൈകിട്ടില്ല. എന്താണ് കാരണം? ഇപ്പോൾ നമ്മൾ 6:35 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6:35 നമ്മൾ വായിച്ചത് എന്താണ്? ഇതൊരു വിജനപ്രദേശമാണ്, സമയവും വൈകിയിരിക്കുന്നു. പക്ഷേ നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. ഈശോ അപ്പം വർദ്ധിപ്പിച്ചു, 5 അപ്പം 5000 പേർക്കായി ഭാഗിച്ചു. അപ്പോഴെന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വൈകിയ സമയം വൈകാത്ത പോലെ അവർക്ക് അനുഭവപ്പെട്ടു. അതെന്ത് വെളിച്ചത്തിലാണ്? കർത്താവിൻ്റെ സാന്നിധ്യമാണ്. നിൻ്റെ സമയം വൈകിയോ നേരത്തെയായോ എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ്, നിൻ്റെ കർത്താവാണ്. അപ്പം ക്രിസ്തു നിൻ്റെ പക്ഷത്താണെങ്കിലേ ഒരു സമയത്തിന് നിനക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കണില്ലേ 8:32 റോമാലേഖനം, കർത്താവ് നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കുമെന്നാണ്. പക്ഷേ ആര് മാത്രമല്ല, എന്ത് നമുക്കെതിരെ നിൽക്കുമെന്ന് നമുക്ക് ചോദിക്കാം. കർത്താവ് നമ്മുടെ പക്ഷത്താണെങ്കിൽ എന്ത് നമുക്കെതിരെ നിൽക്കും എന്ന് വെച്ചാൽ സമയമോ നമുക്കെതിരെ നിൽക്കത്തില്ല. കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമയം വൈകിട്ടില്ല. ദൈവപൈതലേ, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമയം നേരത്തെയും ആയിട്ടില്ല. കാര്യം എന്താണ്? വൈകിയതും വൈകിപ്പിക്കാത്തത് കർത്താവായ ദൈവമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന ഒരു സത്യമുണ്ട്. അതായത് നേരത്തെ ആയാൽ, ഇപ്പോൾ യോഹന്നാൻ 2:3 നമ്മൾ അത് ഉടമ്പടി വചനമുണ്ട്. എന്താണ്? എൻ്റെ സമയം ഇനിയും സമാഗതം ആയിട്ടില്ല. യോഹന്നാൻ 2:3 എന്താ വായിക്കണത്? എൻ്റെ സമയം ഇനിയും സമാഗതം ആയിട്ടില്ല. അപ്പം ആയിട്ടില്ല, സമയം ആയിട്ടില്ലെന്ന് പറഞ്ഞാലും സമയം നേരത്തെ ആണെന്ന് പറഞ്ഞാലും
അത് ക്രമീകരിക്കുന്നത് ആരാണ്? ഈശോയാണ്. പക്ഷേ നമുക്കൊരു സത്യം മനസ്സിലായി. എന്താണ്? പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ ശക്തമായൊരു മാധ്യസ്ഥം അവിടെ കിട്ടുമെന്ന്. വൈകിപ്പോയ സമയത്തിന് ശക്തമായൊരു മാധ്യസ്ഥം. ഇപ്പം 13 വർഷമായി അവർക്ക് മക്കളില്ല. മക്കളില്ല വന്നപ്പോൾ എന്ത് സംഭവിച്ചത്? അവരിവിടെ വന്ന് അവരോട് പറഞ്ഞു, ഇനി ഞാൻ കേരളത്തിൽ എനിക്ക് പോകാൻ ആശുപത്രിയില്ല എന്നാ പറഞ്ഞിരിക്കണേ. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ കുറേ ആൾക്കാരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിലയം വിളിച്ചിരിക്കണം കണ്ടപ്പോൾ ഇവിടെ വിളിച്ചു, എന്താ പറ്റും മോളെ? എനിക്ക് 13 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ നീ പോയിക്കോ, കർത്താവ് നിനക്ക് കുഞ്ഞിനെ തരും. ഒറ്റ വാക്കാണ്. ആ 1 മാസം അവൾ ഗർഭിണിയാവും. അതായത് അച്ഛൻ്റെ വാക്കെന്നല്ല പ്രശ്നം. ഞാനൊരു വാക്ക് പറയുമ്പോൾ ആരെ ആശ്രയിച്ചാണ് അത് പറയണത്? കർത്താവിനെ ആശ്രയിച്ചാണ്. അതാണ് ഞാൻ ഈ ഒറ്റ സാക്ഷ്യം കേട്ടാൽ മതി ഏതവിശ്വാസിയും വിശ്വാസിയാകുന്നു. എന്താ കാര്യം? ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഞാൻ ആ വാക്ക് പറയണത് എൻ്റെ വാക്കിൻ്റെ മധ്യസ്ഥ ആരാണ്? പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് യേശുനാമത്തിൽ പറയണത്. അങ്ങനെ ആര് ഞാൻ തന്നെയല്ല, ആര് അഭിഷിക്തരാകാം, അഭിഷിക്തരല്ലാത്തവരാകാം. നീ കടുത്ത വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവനാമത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുടെ കൂടെ എന്നല്ല പറയണത്, ഈ അടയാളം ഉണ്ടായിരിക്കുമെന്ന്. വിശ്വസിക്കുന്ന കൂടെ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണ്? അടയാളമാണ്. ഇപ്പോൾ 16:17 മർക്കോസിൻ്റെ സുവിശേഷം, വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളമുണ്ടാകും. അപ്പോൾ വിശ്വസിക്കുന്നവരുടെ കൂടെ എപ്പോഴും അടയാളമുണ്ടാകും. ഒരാളുടെ ജീവിതത്തിൽ അടയാളമില്ലെങ്കിൽ വിശ്വാസിയാണോ അല്ല എന്ന് ഒരു സംശയം ഉണ്ടാകും. കാര്യം എന്താണ്? വിശ്വാസയുടെ കൂടെ അടയാളമുണ്ടാകും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയുടെ വിശ്വാസിയായി തുടരുകയാണ്. എൻ്റെ ജീവിതത്തിലും അടയാളങ്ങൾ ലഭിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസത്തെ നീ അടയാളങ്ങളാൽ സ്ഥിരീകരിക്കണമേ. ഓ കർത്താവേ, എൻ്റെ വിശ്വാസത്തെ നീ അടയാളങ്ങളാൽ സ്ഥിരീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഒരു വിഷയം, അതായത് നമ്മൾക്ക് വൈ മരിയൻ മീഡിയേഷൻ, എന്തുകൊണ്ട് നമ്മൾ മരിയൻ മാധ്യസ്ഥത്തിലെ അഭയം പ്രാപിക്കണം? ഇപ്പം എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ ബേസിക്കലി ഒരു കാത്തലിക് പ്രീസ്റ്റാണ്. പക്ഷേ ഫണ്ടമെൻ്റലി ഞാനൊരു റാഡിക്കൽ മരിയൻ ഇവാഞ്ചലിസ്റ്റാണ്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയം ഇതാണ്, റാഡിക്കൽ മരിയൻ ഇവാഞ്ചലിസ്റ്റാണ്. പക്ഷേ സാധാരണ ഇവാഞ്ചലിസ്റ്റ് അല്ല, റാഡിക്കൽ മരിയൻ ഇവാഞ്ചലിസ്റ്റ് എന്ന് വെച്ചാൽ അമ്മ വഴികെ അമ്മയുടെ മാതൃക, അമ്മയുടെ നിലപാട്, ഓരോ വിഷയങ്ങളിലുമുള്ള അമ്മയുടെ ജ്ഞാനം, ഇതെല്ലാം എങ്ങനെയാണ്, എന്തിനാണ്, എപ്പോഴാണ് സംഭവിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വളരെ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചുകൊണ്ട് അതെപ്പോഴും അനുകരിക്കാനും മറ്റുള്ളവരോട് അനുകരിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ എപ്പോഴും ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതാണ് ഞാൻ പറഞ്ഞ റാഡിക്കൽ മരിയൻ ഇവാഞ്ചലിസ്റ്റ് എന്ന്. ഞാൻ എപ്പോഴും അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഓരോ വിഷയവും കിട്ടണത് നിങ്ങൾക്ക് കൂടി യോജിക്കുന്ന കാര്യമില്ല, നിങ്ങളോട് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ അമ്മയുടെ ഏറ്റവും വലിയ ഗുണം എന്താ? നമുക്ക് ഈശോനെ അറിയാവോ? പൂർണ്ണമായിട്ട് അറിയാവോ? എനിക്ക് 4 വയസ്സ് മുതൽ ഞാൻ ഈശോൻ്റെ കൂടെ നടക്കുന്നതാണ്. ഓർമ്മയിലും പഠനത്തിലും പ്രാർത്ഥനയിലും ജീവിതത്തിലും ശുശ്രൂഷയിലും എല്ലാം. ഇപ്പോഴും നമുക്കറിയാം 1% പോലും കർത്താവിനെ അറിയാൻ പറ്റത്തില്ല. എങ്ങനെയാ? നമുക്ക് 1% പോലും ഈശോനെ അറിയാൻ പറ്റത്തില്ല. പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചില്ല, അറിയാത്തത് എങ്ങനെ പ്രസംഗിക്കുമെന്ന്? പ്രസംഗിക്കാൻ പറ്റത്തില്ല. അറിയാവുന്ന 1% നിന്ന് ഞാനീ പ്രസംഗിക്കണം. പക്ഷെ എൻ്റെ കൂടെ ഒരാളുണ്ട്. ആരാണ്? അമ്മ. അമ്മയുടെ ഗുണം എന്താ? അതാണ് അമ്മയെ വൈ മരിയൻ മീഡിയേഷൻ. എന്താ കാര്യം? ഇപ്പോൾ ഈശോയെ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടറിയാം. ദാറ്റ്സ് മതി. വീട്ടിലെ നമ്മളെ ടാഗ് ചെയ്യാണ്. മരിയ സ്പിരിച്വാലിറ്റിയുമായിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റി ടാഗ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ്? നമ്മൾക്ക് ഈശോനെ അറിയത്തില്ല, അറിയാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അതൊക്കെ മേലെയല്ലേ ഈശോ.
പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, അമ്മയ്ക്ക് ഈശോനെ അറിയാം. കാര്യം മനസ്സിലായില്ലേ? ഈശോനെ അറിയാവുന്ന, പൂർണ്ണമായിട്ടറിയാവുന്ന അമ്മയോടുകൂടി അമ്മയുടെ കരം നമ്മൾ ഗ്രഹിക്കുന്നു, അമ്മയുടെ വഴികൾ നമ്മൾ തേടുന്നു, അമ്മയുടെ സമീപനം നമ്മൾ നോക്കുന്നു. ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ ഈശോനെ പൂർണ്ണമായിട്ടറിയാവുന്ന അമ്മ നമ്മുടെ മാതൃകയും മാധ്യസ്ഥമാകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? അമ്മയുടെ അനന്തജ്ഞാനത്തിൽ നമ്മൾക്ക് ഓഹരി കിട്ടുകയാണ്. ഇപ്പം ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6:6 എന്താ എഴുതിയിരിക്കണത്? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ, അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. അപ്പം പറഞ്ഞ വിഷയമാണ്. മറ്റ് സഹോദരങ്ങൾ പറയുന്നുണ്ട്, എന്താണ് വിജനപ്രദേശമാണ്, നേരവും വൈകി എന്നൊക്കെ പ്രാതികൂല്യങ്ങളൊക്കെ പറയുമ്പോഴും യോഹന്നാൻ എന്താ പറയണത്? 6:6 എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു എന്നാണ്. അപ്പം യേശുവിൻ്റെ രീതി എന്താണ്? എല്ലാ വിഷയങ്ങൾക്കും, ഇപ്പം മുല്ലപ്പെരിയാർ ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ പോലും കർത്താവിൻ്റെ മുമ്പിൽ അതിനൊരു പ്രതിവിധിയുണ്ട്. കേരള സഭയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിനെ അറിയാത്തവരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കേരള സഭ മറ്റു പല വിഷയങ്ങൾക്കും, വിവാദ വിഷയങ്ങളും തലവൂരിക്കൊണ്ട് മര്യാദക്ക് മുട്ടയെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് ഈശോയ്ക്കറിയാം. ഈശോ അത് ചെയ്തിരിക്കും. ഞാനും എൻ്റെ ജീവിതത്തിലൊക്കെ പല വിഷയം വരുമ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോണ പോലെ തോന്നിയാൽ ഞാൻ പിന്നെ അത് ആരോടും പറയത്തില്ല, ദൈവത്തോട് മാത്രമേ പറയത്തുള്ളൂ. എന്തിനാണ് കാര്യം? ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഘർഷാത്മകമായിട്ട് വരണതേ നാട്ടുകാരോടൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊടുക്കാനൊന്നുമല്ല, ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നീ ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയാണ്. നീ ചിലപ്പോൾ അപ്പനോട് പറയും, അമ്മയോട് പറയും, സഹോദരനോട് പറയും, ബിഷപ്പിനോട് പറയും, നാട്ടുകാരോട് പറയും, പാർട്ടിക്കാരോട് പറയും, സഹോദരോട് ഒരു കഥയുമില്ല. കഥയില്ലെന്നല്ല, ഒരു പരിധി വരെയൊക്കെ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. ആ സഹായം ചിലപ്പോൾ നമുക്ക് ഈ സമയത്ത് അത്രയും സഹായം പോരാണ്ട് വരും. അപ്പം അങ്ങനെ ഒരു വിഷയമാണെന്ന് കണ്ടാൽ നീ എന്ത് ചെയ്യണം? നീ പൂർണ്ണമായിട്ട് എല്ലാ കണക്ഷൻസും ഓഫ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് മാത്രം ഇരിക്കണം. പക്ഷേ അമ്മ മാധ്യസ്ഥയാണെങ്കിൽ നീ രക്ഷപ്പെടും. എന്താ കാര്യം? നീ ദൈവതിരുസന്നിധി എത്ര കണ്ട് തേറിയാലും നിൻ്റെ തേറ്റത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ അമ്മനൊക്കെ മധ്യസ്ഥം വഹിച്ചാലോ എല്ലാം ക്ലിയറായി. എന്താ കാര്യം? അമ്മയുടെ സ്വാധീനം. ഇപ്പം തന്നെ ഈ കാനായിലെ കല്യാണത്തിൽ ഈശോയ്ക്ക് അമ്മയ്ക്കറിയാവുന്നൊരു അറിവുണ്ട്. എന്താ കാര്യം? ഇപ്പം ഈ യോഹന്നാൻ 6:6 എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു പറയും. ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് നേരത്തെ യേശുവിന് അറിയാമെന്ന് അമ്മയ്ക്കറിയാം. അതാണ് അമ്മ പെട്ടെന്ന് റഷ് ചെയ്യാൻ കാരണം. ഇത് അപ്പോസ്തലന്മാരറിയാൻ കുറച്ച് സമയമെടുത്തു. എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളത് യോഹന്നാൻ പറയുന്നത്. കാനായിൽ സംഭവിക്കണത് എന്താണ്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് യേശുവിന് നേരത്തെ അറിയാമെന്ന് പരിശുദ്ധ അമ്മയ്ക്കറിയാവുന്നത് കൊണ്ടാണ് അമ്മ യേശുവിൻ്റെ അടുത്തേക്ക് ആ സമയത്ത് സമയം കളയാതെ റഷ് ചെയ്യാൻ കാരണം. ഇതാണ് അമ്മ എന്ന് വെച്ചാൽ യേശുവിനെ മാക്സിമം അറിയാവുന്ന ആൾ. എപ്പോഴും ഏത് തരത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഈ വിഷയത്തിന് എന്താണൊരു സമാധാനമെന്ന് യേശുവിന് നേരത്തെയുള്ള അറിവ് നമുക്ക് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മയാണ് ഒരു മധ്യസ്ഥം. അമ്മയുടെ നാമം മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പം ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യന് രക്ഷ നൽകാൻ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂവെങ്കിൽ ആ നാമത്തോട് മധ്യസ്ഥം വഹിക്കാൻ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടുള്ളൂ. അത് മറിയത്തിൻ്റെ നാമമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്, ഇപ്പോൾ ഉടമ്പടി സമയത്തിൻ്റെ പ്രാർത്ഥനയാണ് അല്ലേ? കാര്യം സമയ ഘടികാരവും നെഞ്ചിൽ ചേർത്ത് കൊണ്ടാണ് അമ്മ
കൃപാസ്ഥാനത്തറയിൽ പ്രത്യക്ഷപ്പെട്ട കാലം മുതലാണ് നമ്മുടെ സമയത്തെക്കുറിച്ച് ഇത്രയും ആഴമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും സുവിശേഷം വായിക്കുമ്പോഴും പഴയ നിയമം വായിക്കുമ്പോഴും ഒക്കെ സമയത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കും. കാര്യം നമ്മുടെ മുമ്പിൽ, എൻ്റെ മുമ്പിൽ സമയഘടികാരം കാണിച്ചതാണമ്മ, നെഞ്ചത്ത് ചാർത്തിയാണ്. അതായത് നമുക്കൊരു വലിയ ഒരു നെഞ്ച് മുഴുവനും ഒരു 3/4 ഭാഗം നിറഞ്ഞു നിൽക്കുന്ന ചെറിയതൊന്നുമല്ല, വാച്ച് പോലെയല്ല, ഒരു ടൈം പീസിനേക്കാൾ വലിയ വിസ്താരവും വ്യാസമുള്ളതാണ് അമ്മ കാണിച്ച സമയഘടികാരം. ഞാൻ ഈ കാഴ്ച കണ്ട കാലം മുതലെല്ലാം സമയത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കും. ബൈബിൾ എപ്പോഴും പറയുന്ന ഒരു സംഭവം, ചില സമയങ്ങൾ സ്വീകാര്യമാണ്, ചില സമയങ്ങൾക്ക് എന്താ കുഴപ്പം? സ്വീകാര്യമല്ല. ഇപ്പം സ്വീകാര്യമായ സമയമുണ്ട്, സ്വീകാര്യമല്ലാത്ത സമയമുണ്ട്. ഇപ്പം ചില സമയങ്ങൾ പ്രസാദകരമാണ്, ചില സമയങ്ങൾ പ്രസാദകരമല്ല. ഈ പ്രസാദകരമായ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു. ഇപ്പം 2 കൊറിന്ത്യസ് 2:6-2 2 കൊറിന്ത്യസ് 6:2 അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ സ്വീകാര്യമായ സമയം. അപ്പം ഇങ്ങനെ ഒരു സമയമുണ്ട്, ദൈവത്തിന് സ്വീകാര്യമായ സമയം. ഇപ്പം കാനായിൽ എന്താ പറയണത്? ഇത് സ്വീകാര്യമായ സമയമല്ല എന്നാണ് പറയണത്. ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ടൈം. അപ്പോൾ സ്വീകാര്യമായ സമയമല്ല ഉണ്ട്. അമ്മയുടെ കാര്യത്തിന് ശേഷം സമയമെല്ലാം സ്വീകാര്യമാകണം കാണാം. ഇപ്പം യേശു ഈ ദിവസങ്ങളിലൊക്കെ തിരുപ്പിറവിയുടെ സന്ദേശം നൽകിയപ്പോൾ അക്രൈസ്തവരായ സഹോദരങ്ങൾ പോലും അവരുടെ ടി വികളിലെല്ലാം പറഞ്ഞത്, ക്രിസ്മസ് മെസ്സേജിന് പറയണത്, ക്രിസ്തു കാലത്തെ 2 ഭാഗിച്ചു എന്നാണ്. കാലത്തെ 2 ഭാഗിച്ചു, ചരിത്രത്തെ ക്രിസ്തു 2 ഭാഗിച്ചു. ഞാൻ ആ സമയത്ത് അതൊക്കെ കേട്ടുകൊണ്ട് കട്ടിലേക്ക് കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചത്, അമ്മയും സമയത്തെ 2 ഭാഗിച്ചിട്ടുണ്ട്. എന്താ കാര്യം? സ്വീകാര്യമല്ലാത്ത സമയവും സ്വീകാര്യമായ സമയവും ഉണ്ടായി. കുറേ സമയം സ്വീകാര്യമല്ലാത്തതും കുറേ സമയം സ്വീകാര്യമാകാൻ സമയമുണ്ട്. അമ്മ വന്നപ്പോൾ എല്ലാ സമയത്തെയും സ്വീകാര്യമാക്കും. അമ്മ എങ്ങനെയാണ് എല്ലാ സമയത്തെയും സ്വീകാര്യമാക്കണത്? ഇപ്പം നിനക്ക് വീടില്ല, നിൻ്റെ വിവാഹം ഒക്കണില്ല, നിനക്ക് രോഗമാണ്, ഇപ്പം നിനക്ക് മരുന്ന് ഏക്കണില്ല എന്നൊക്കെ നമുക്ക് ഓരോ സ്വീകാര്യമല്ലാത്ത കുറേ നെഗറ്റീവ്സ് വരും. ഇപ്പം ഇല്ല എന്ന് പറയണമല്ലോ സ്വീകാര്യമല്ലാത്ത സമയമെന്ന് പറയണത്. അവർക്ക് വീഞ്ഞില്ല, ദാറ്റ് മീൻസ് അത് സ്വീകാര്യമല്ലാത്തൊരു സമയമാണ്. അതുപോലെ ഇല്ലായ്മ കുറേ ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ സുവിശേഷത്തിൽ പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത്? അവർക്ക് വീഞ്ഞില്ല, അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല, ഇങ്ങനെ കുറേ ഇല്ലായ്മയുടെ കാലമാണ് സ്വീകാര്യമല്ലാത്ത സമയം. നെഗറ്റീവ് ടൈംസ് വരും. നമ്മൾ ചില ലക്ഷണം പറയുന്ന ആൾക്കാരെ പോലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ച് പറയുകയല്ല. സുവിശേഷത്തിൻ്റെ പ്രസാദാത്മകമായ സമയമുണ്ട്. ശ്രുതികട ചെയ്യുന്നു, പ്രസാദകരമായ കാലത്ത് നിനക്ക് ഞാൻ ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. അങ്ങനൊരു കാലമുണ്ട്. ഐസയ്യാ 49:8 കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. അപ്പം പ്രസാദപരമായ കാലമുണ്ട്. ഇത് തന്നെയാണ് 2 കൊറിന്ത്യസിൻ്റെ 6:2 നമ്മൾ വായിച്ചത്. എന്താ വായിച്ചത്? സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി. ഇപ്പം 2 സമയം വന്ന കണ്ടില്ലേ? എന്താണ്? ഒന്ന് പ്രസാദകാലം, രണ്ടാമത്തത് സ്വീകാര്യമായ കാലം. അപ്പോഴേ എന്താണ് ഈ പ്രസാദകാലമെന്ന് പറയണത്? അത് പ്രസാദകാലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രസാദിക്കാത്ത കാലമുണ്ട്. ഐസയുടെ കാലത്ത്, എലീഷയുടെ കാലത്ത്, ഏലിയായുടെ കാലത്ത് സ്വർഗം അടച്ചു കളഞ്ഞില്ലേ?
3 വർഷം മുഴുവനും സ്വർഗം അടച്ചു. അത് പ്രസാദകാലമല്ല. ജനങ്ങളുടെ പാപം പെരുകിയപ്പോഴാണ് സ്വർഗം അടച്ചത്. അതായത് ഐസയ്യാ 49:8 പറയണത് എന്താ പറയണത്? കർത്താവ് അരുളിച്ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്കുത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. സി, അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, അപ്പം നീ ഓർക്കും, ഓ ശരി, അച്ഛൻ പറഞ്ഞത് ശരി. ഇപ്പം എൻ്റെയൊക്കെ പ്രാർത്ഥന ഒന്നും കേൾക്കാത്തതിൻ്റെ കാരണം സ്വീകാര്യമായ സമയം അല്ലാത്തത് കൊണ്ടായിരിക്കും. അച്ഛൻ പറഞ്ഞു ശരി, എൻ്റെ ഈ രോഗം ഇപ്പോൾ വിട്ടു മാറാത്തതിൻ്റെ കാരണം, എൻ്റെ കല്യാണം നടക്കാത്തതിൻ്റെ കാരണം, എനിക്ക് കുട്ടി ഉണ്ടാവാത്തതിൻ്റെ കാരണം ഇത് പ്രസാദകരമായ കാലമല്ലാത്തതായിരിക്കും. അവിടെയാണ് പ്രശ്നം. ഇത് അമ്മയ്ക്ക് മുമ്പ് എഴുതിയ സുവിശേഷ ഭാഗങ്ങളാണ്. അമ്മയുടെ കാലത്തോട് ഇത് അവസാനിക്കുകയാണെന്നാണ് സുവിശേഷം പറയണത്. ഈ വചനഭാഗങ്ങളെല്ലാം ഏതാണ്? അമ്മയ്ക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ്. അമ്മയുടെ കാലമത്തോടു കൂടി ആദ്യത്തെ അടയാളം കാണിക്കാൻ പോകുകയാണ് ഈശോ. എൻ്റെ ദൈവപൈതലേ, ഇനി ഭൂമിയെ ഒരു പ്രളയം കൊണ്ട് ഞാൻ നശിപ്പിക്കുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് ഇപ്പോൾ വചനം മാംസമായി കാനായിലെ കല്യാണ കുടുംബത്തിൽ നിൽക്കുമ്പോഴാണ് അവിടെ വീണ്ടും ഒരു വിഷയം. എന്താ വിഷയം? അവിടെ വീഞ്ഞ് തീർന്നു പോകുന്നു, അവർക്ക് സങ്കടകാലം വരാൻ പോകുന്നു. എന്താ സംഭവം? ഈ വിഷയത്തിൽ അമ്മ ഇടപെടുത്ത് പെടുന്ന എന്താണ്? പ്രസാദകരമായ കാലത്ത്, പ്രസാദകരമല്ലാത്തൊരു കാലം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വീകാര്യമല്ലാത്ത ഒരു കാലം. എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലെന്ന് യോഹന്നാൻ 2:3 പറയുമ്പോൾ സ്വീകാര്യമല്ലാത്തൊരു സമയമാണ്. കാര്യം എന്താണ്? നേരത്തെ ആയിപ്പോയി. അപ്പോൾ വൈകിപ്പോയാലും സ്വീകാര്യമല്ലാതെ വരും, നേരത്തെ ആയാലും സ്വീകാര്യമല്ലാതെ വരും. പക്ഷേ പരിശുദ്ധമ്മ മധ്യസ്ഥനുണ്ടെങ്കിൽ ഏത് സ്വീകാര്യമല്ലാത്ത സമയത്തെയും സ്വീകാര്യമാക്കുകയും ഏത് പ്രസാദകരമല്ലാത്ത സാഹചര്യത്തെ പ്രസാദകരമാക്കുകയും ചെയ്യുന്നത് മറിയത്തിൻ്റെ മധ്യസ്ഥമാണ്. ശ്രുതികട്ടെ. വചന പ്രഘോഷണം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. അതായത് എപ്പോഴും കൃപാസനത്തിലേക്ക് നൽകുന്നത് ഹൗ ടു ഡു ഇറ്റ്, വാട്ട് ഈസ് ദ നോ ഹൗ ഓഫ് ഗെറ്റിംഗ് ഗ്രേസ്. ആ രീതിയിലാണ് ഈ വചനം ധ്യാനിച്ച് പോകണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കണത്, അങ്ങനെ ധ്യാനിക്കണത്, അങ്ങനെ നിങ്ങൾക്ക് തരണത്. അതായത് ഇപ്പോൾ അസ്വീകാര്യമായ സമയമുണ്ട്, പ്രസാദാത്മകമായ സമയമുണ്ട്. പക്ഷേ നോ ടെൻഷൻ, നമ്മൾ ടെൻഷൻ അടിക്കത്തില്ല. എന്താ കാര്യം? നമുക്കൊരു മരിയൻ വേ ഉണ്ട്. ഇപ്പം ഞാൻ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് കർത്താവിൻ്റെ ഒപ്പം ഞാൻ പാരലായിട്ട് അമ്മയെ കൊണ്ടുവരികയാണ്. നോ, നെവർ നോട്ട്, ഒരിക്കലുമില്ല. എന്താണ് അമ്മ അവിടെ ഈ സ്വീകാര്യമായ അല്ലാത്ത സമയത്തെ സ്വീകാര്യമാക്കുന്നതിന് അമ്മ ഉപയോഗിച്ച ടെക്നിക്ക് എന്താണെന്ന് നിങ്ങൾ അറിയണം. അത് പരിശുദ്ധാത്മാവിൻ്റെ അനന്ത ജ്ഞാനത്തിൽ നിന്ന് കിട്ടുന്ന ടെക്നിക്കാണ്. എന്താണ് പരിശുദ്ധ അമ്മ? പ്രസാദകരമല്ലാത്ത ഒരു സമയത്തെ പ്രസാദകരമാക്കാൻ അമ്മ എന്താണ് ചെയ്യണതെന്ന് നിങ്ങൾ അറിയണം. അല്ലാതെ യേശുവിന് പാരലായിട്ട് ഒരു സഖരക്ഷകയായിട്ട് പോലും അല്ല ഞാൻ അമ്മയെ അവതരിപ്പിക്കുന്നത്. മറിച്ച് ഒരുപക്ഷെ ഒരു കാലത്ത് സഭ അത് തിരിച്ചറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ സഭ പുരോഗമിക്കുമ്പോൾ അങ്ങനെയുള്ള സത്യങ്ങൾ ദൈവം സഭയ്ക്ക് വെളിപ്പെടുത്തുമായിരിക്കും. പക്ഷേ ഞാനിവിടെ പറയുന്ന വിഷയം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ സ്വീകാര്യമായ സമയം അല്ലാത്ത സമയം വരും. പക്ഷേ നിങ്ങളെ പതറരുത്, അതാണ് എൻ്റെ പ്രശ്നം. നമ്മുടെ ജീവിതത്തിലെ ഇത് പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ ഈശോയുടെ വചനം പോലെ, എന്താണ് കർത്താവിൻ്റെ വചനം പോലെ ചിലപ്പോൾ പ്രസാദകരമല്ലാത്ത സമയം വരും. ഈ പ്രസാദകരമല്ലാത്ത സമയത്തെ എങ്ങനെ പ്രസാദകരമാക്കാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ സ്വീകാര്യമല്ലാത്ത സമയത്തെ എങ്ങനെ സ്വീകാര്യമാക്കാൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആരെയാണ് അതിനെന്ത് ചെയ്യണം? ആരെയാണ് ദൈവം പ്രസാദിക്കണമെന്ന് അറിഞ്ഞാൽ മതി. ഇപ്പോൾ പ്രസാദകരമല്ലാത്തൊരു സമയത്ത്, ഇപ്പം നിൻ്റെ കുടുംബത്തിന് ഇത് ചെറിയ പ്രയത്നത്തിന്, കാര്യം ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ നമ്മുടെ വിജാതി സഹോദരങ്ങളെ
മറ്റ് വിശ്വാസങ്ങളുള്ള സഹോദരങ്ങളെ സമയത്തെക്കുറിച്ച് പറയുന്ന പോലെ നിങ്ങൾ ചിന്തിച്ചു പോകും. അങ്ങനെ ചിന്തിക്കരുത്, അതല്ല പ്രശ്നം. ദൈവം സ്വീകരിക്കുന്ന സമയമുണ്ട്, ദൈവം സ്വീകരിക്കാത്ത സമയമുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈശോയുടെ ദൈവരാജ്യത്തിൻ്റെ പുനരുദ്ഘാടനത്തിന് ശേഷം അതിൻ്റെ അടയാളമായിട്ട് ഈശോയുടെ മഹത്വം വെളിപ്പെടുന്ന ആദ്യത്തെ അടയാളമായ കാനായിലെ കല്യാണത്തിൽ നടന്ന അത്ഭുതത്തിന് ശേഷം നമുക്ക് പറയാം, സ്വീകാര്യമല്ലാത്ത സമയത്തെ അമ്മ സ്വീകാര്യമാക്കും, പ്രസാദകരമല്ലാത്ത സമയത്ത് കുടുംബത്തിലുണ്ടെങ്കിൽ അമ്മ പ്രസാദകരമാക്കും. അതെങ്ങനെയാണ് ആക്കണമെന്നറിയണം. അല്ലാതെ അച്ഛൻ അമ്മയുടെ ഒപ്പം കൊണ്ടോ ഈശോയുടെ ഒപ്പം കൊണ്ടൊന്ന് അമ്മയെ പ്രതിഷ്ഠിച്ചെന്നല്ല പറയേണ്ടത്. അതെങ്ങനെയാണ് ആക്കണത്, അതിന് അമ്മ എന്താണ് ചെയ്തത്, അമ്മ എന്താ ചെയ്തത്? നമുക്കറിയാം, ദൈവതിരുസ്ഥനി ഒരു വ്യക്തി പ്രസാദകരമാകണത് എങ്ങനെയാണ്. എക്സോർവൈ ഞാനല്ലെങ്കിൽ നിങ്ങൾ, ദൈവതിരുസന്നിധിയിൽ ഒരു വ്യക്തി പ്രസാദകരമാകണത്, ദൈവത്തിന് പ്രിയപ്പെട്ടതാകണത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അതായത് അത് മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലാണ് ഉള്ളത്. 12:18 എന്താണ്? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും, ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ ബൈബിളിലെ ഏറ്റവും വലിയൊരു വാക്കാണ്, ഏറ്റവും വലിയ പദവിയാണ്. എന്താണ് ദാസൻ ഓർ ദാസി? എല്ലാവരെയും ദൈവം ദാസനെന്ന് വിളിക്കത്തില്ല, എല്ലാവരെയും ദൈവം ദാസിയെന്നും വിളിക്കത്തില്ല. നമ്മൾ പറയുന്ന മാനുഷികമായ അടിമത്തത്തിൻ്റെ രീതിയിലുള്ള ദാസനും ദാസ്യമല്ല ബൈബിളിലെ ദാസനും ദാസിയും. ബൈബിളിലെ ദാസൻ എന്ന് പറയണത് നമുക്കറിയാം എന്താണ്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത, ഇപ്പം മത്തായി ശ്ലീഹയുടെ സുവിശേഷം 12:18, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അപ്പം ആത്മാവ് പ്രസാദിച്ച ആളിനാണ് ദാസൻ. അവിടെയാണ് വിഷയം. ഇപ്പം അല്ലെങ്കിൽ ദാസൻ്റെ മേലാണ് ആത്മാവ് പ്രസാദിക്കണത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ആരാണ് ദാസൻ, ആരാണ് ദാസി? ആരാണ് ദാസൻ, ആരാണ് ദാസി എന്നറിയാൻ ശരിക്കും പറഞ്ഞാൽ ലൂക്കാസ് വിശേഷമാണ് നല്ലത്. എന്താ കാര്യം? അമ്മ ഇതുപോലെ ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? വിശുദ്ധ ലൂക്കാസ് വിശേഷം 1:34. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാമെന്നാണ്. കാര്യം നമ്മുടെ ഉടമ്പടിയുടെ ഭയങ്കരമായ ഒരു വചനമാണത്. അതാണ് ഇതെങ്ങനെ സംഭവിക്കും. ഇപ്പോൾ 13 വർഷമായിട്ട് മക്കളില്ല. ഡോക്ടർ പറഞ്ഞു, കേരളത്തിലുള്ള എല്ലാ ആശുപത്രിയിലും പോയെന്നവർ പറയുന്നു, ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഈ ജന്മത്തിൽ മക്കളെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോഴവളുടെ അമ്മ പറയും, നീ കൃപാസനം വരെ ഒന്ന് പോയി നോക്ക്. അപ്പോൾ അവൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? കാര്യം ഞാൻ ചെയ്യാവുന്ന എല്ലാം ചെയ്ത് നേരത്തെ കാഴ്ച എല്ലാം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യാനാണ്, എങ്ങനെ സംഭവിക്കാനാണ്? പക്ഷെ അതിന് ദൈവത്തിന് 2 ഉത്തരമില്ല, ഒറ്റ ഉത്തരമേ ഉള്ളൂ. എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ദൈവത്തിനുള്ളത്. എന്താണ് ദൈവത്തിൻ്റെ ഉത്തരം? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ലൂക്കാസ് വിശേഷം 1:35, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഏറ്റു പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മാനുഷികമായ പ്രവർത്തനമൊന്നുമില്ല, ശാസ്ത്രത്തിൻ്റെ പ്രവർത്തനമൊന്നുമില്ല, ഔഷധത്തിൻ്റെ പ്രവർത്തനമൊന്നുമില്ല. എന്താ സംഭവം? ബൈബിള് 2 തരം പ്രവർത്തനങ്ങളെ പറയുന്നുണ്ട്. ലോകം ഒറ്റ പ്രവർത്തനങ്ങളെ പറയുന്നുള്ളൂ, മാനുഷികമായ പ്രവർത്തനങ്ങളെ പറയുന്നുള്ളൂ. ഒന്നെങ്കിൽ ശാസ്ത്രം, അല്ലെങ്കിൽ ശേഷി, അല്ലെങ്കിൽ ശേമുഷി, ഒന്നെങ്കിൽ മണി, അല്ലെങ്കിൽ മസിൽ. ഇങ്ങനെയുള്ള പ്രവർത്തനമേ മാനുഷികമായിട്ടുള്ളൂ. അവിടെ അത് നടന്നില്ലെങ്കിൽ ആ സംഭവം സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം എന്താ പറയണത്? നിങ്ങളുടെ ഈ നാളെ ചത്തുപോണ മനുഷ്യനെക്കുറിച്ച് പറയുന്ന വിഷയമല്ല. 2 തരം ശക്തിയുണ്ട്. ഒന്ന് മാനുഷികമായ ലോകത്തിൻ്റെ ശക്തി, മറ്റേതെന്താണ്? ഉന്നതത്തിൻ്റെ ശക്തി.
ഉന്നതത്തിൽ. അതാണ് അമ്മ ചോദിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ലുക്കാ 1:35 മാലാഖ പറയുന്ന മറുപടി എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഇപ്പം ഞാൻ ആ മകളോട് പറഞ്ഞില്ലേ, കേരളത്തിൽ എല്ലാ ആശുപത്രിയിലും പോയി മകളെ എന്ന് പറയുമ്പോൾ അവൾ നിലവിളിക്കുമ്പോൾ എന്താണ് പറയണത്? നീ പോയിക്കൊള്ളുക, കർത്താവ് നിനക്ക് കുഞ്ഞിനെ തരും. അതെന്താ പറയണത്? അത്യുന്നതൻ്റെ ശക്തിയിലാണ് പറയണത്. അത് ബൈബിളിൽ 2000 കൊല്ലം നമ്മൾ സംഭവിച്ചതല്ല, കൃപാസനത്തിൽ ഒരു കൊല്ലം മുമ്പ് സംഭവിച്ച വിഷയമാണ്. ഇതാണ് വിഷയം വന്നത്. ഇത് ഒറ്റപ്പെട്ട വിഷയമല്ല, ഇത് തന്നെയാണ് വിഷയങ്ങളെല്ലാം. ഓരോ സാക്ഷ്യവും നിങ്ങൾ കേട്ടോ നോക്കൂ, ഓരോ സാക്ഷ്യവും നിങ്ങൾ കേട്ടോ നോക്കൂ. ആൾക്കാർ കൃപാസനത്തിൽ ഇപ്പം എന്തിനാണ് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷ്യം പറയാനുണ്ടേ എന്നും ഞാൻ വരുന്നത്. സാക്ഷ്യം പറയാനുണ്ടേ. എന്നിട്ട് അവരെന്ത് വീറോടും വാശിയോടും കൂടിയാണ് അവർ സാക്ഷ്യം പറയണത്. ആരെയൊക്കെ തോൽപ്പിച്ച പോലെയാണ് സാക്ഷ്യം പറയണത്. അവർ തോൽപ്പിച്ചത് ആരെയാണ്? ലോകത്തെ തോൽപ്പിച്ചു. അവർ തോൽപ്പിച്ചത് ആരെയാണ്? മനുഷ്യൻ്റെ ധാരണകളെ തോൽപ്പിച്ചു. അവർ തോൽപ്പിച്ചത് ആരെയാണ്? മനുഷ്യൻ്റെ യുക്തിയെ തോൽപ്പിച്ചു. അവർ ജയിച്ചത് ആരെയാണ്? ദൈവ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ടാണ് അവർ ദൈവ തിരുമനസ്സിനെയാണ് ജയിച്ചത്. അപ്പം അത്രയും ദൈവത്തിന് സാക്ഷ്യം പറയുകയാണ്. കാര്യം ബൈബിളിലെ ഒരു ശക്തമായൊരു വചനമുണ്ട്. ഇപ്പോൾ ഐസയാ വചനങ്ങളിലെ, ഇപ്പോൾ ഐസയാ വചനം 42:3, ഐസയാ വചനങ്ങൾ 42:3 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി അവൻ കെടുത്തുകയില്ല, അവൻ വിശ്വസ്തതയോടെ നീതി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്വങ്കണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല, അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. അടുത്ത വചനം ഇതിനേക്കാൾ ശക്തമാണ്. എന്താ പറയണത്? 4 പറഞ്ഞ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ, ഏറ്റു പറഞ്ഞേ, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയില്ല. ഒന്നിനു പറഞ്ഞ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ, അവൻ പരാജയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ തിരിച്ചു പറയണം. എന്താണ്? ഞാൻ പരാജയപ്പെടുകയില്ലെന്ന് പറയണം. ഞാൻ ദൈവവേദന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പരാജയപ്പെടുകയില്ല. പറയുക, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ ദൈവ പൈതലായ ഞാൻ പരാജയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പൗലോസ് പറഞ്ഞില്ലേ, എനിക്കൊരു ജ്ഞാനസ്ഥാനം ഈശോ പറഞ്ഞില്ലേ, എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാറുണ്ട്. അപ്പോഴേ ഈ ജ്ഞാനസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുന്നതിന് ഏതറ്റം വരെയും പോകാൻ ഹീസ് റെഡി ആൻഡ് വി ആർ ഓൾസോ റെഡി. ഇതാണ് നീതി എന്ന് പറയണത്. അതായത് 12:50 ലൂക്കാൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷം, എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഈശോ സ്വീകരിച്ച ജ്ഞാനസ്ഥാനം എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് എന്താണ്? പിതാവിൻ്റെ മനസ്സിനെ ഏതറ്റം വരെയും സമർപ്പിക്കാൻ ഈശോ കാണിച്ച സമർപ്പണമാണ് ഈശോ നേടിയ നീതി എന്ന് പറയുന്നത്. അതാണ് എന്താണ്? അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല. ഞാൻ സാക്ഷ്യം പറഞ്ഞ മക്കളുടെ വീറും വാശിയും കണ്ടപ്പോഴേ അത് വ്യാഖ്യാനിച്ചാണ് ഞാനിവിടെ എത്തിയത്, ഈ വചനത്തിലെത്തിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വചനങ്ങൾ കേൾക്കുമ്പോഴേ, അതായത് ദൈവം മാത്രമാണ് എൻ്റെ വിശ്വാസത്തിന് മറുപടി പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ, ഈ അവസ്ഥയിൽ എന്നെ കൈപിടിച്ചുയർത്തിയത് ദൈവം മാത്രമാണെന്ന് പറയുമ്പോഴേ, ആ ദൈവം കൈപിടിച്ചുയർത്താൻ സ്വീകാര്യമല്ലാത്ത ഒരു കാലമായിരുന്നു അവരുടേത്. പ്രസാദകരമല്ലാത്തൊരു കാലമായിരുന്നു അവരുടേത്. ഈ പ്രസാദകരമല്ലാത്ത കാലത്തെ പ്രസാദകരമാക്കാൻ, ഈ സ്വീകാര്യമല്ലാത്ത കാലത്തെ സ്വീകാര്യമാക്കാൻ നമുക്ക് സാധിക്കും എന്ന് നമ്മളോട് പറഞ്ഞത് ആരാണ്? അമ്മയാണ്. അമ്മ എങ്ങനെ പറഞ്ഞു? അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞില്ലേ ലൂക്കാ 1:35. എന്നിട്ട് അത് കേട്ടപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. അത്യുന്നതൻ്റെ ശക്തി, മനുഷ്യന്മാരുടെ ശക്തി, യുക്തിയുടെ ശക്തി, ശാസ്ത്രത്തിൻ്റെ ശക്തി, ശരീരത്തിൻ്റെ ശക്തി, പണത്തിൻ്റെ ശക്തി, പറമ്പിൻ്റെ ശക്തി, പാർട്ടിയുടെ ശക്തി, ഇങ്ങനെ പല ശക്തികൾ ലോകത്തുണ്ട്. അതിനൊന്നും നമ്മൾ ദാസ്യങ്ങളല്ല. അതിനൊന്നും നമ്മൾ ദാസ്യവരെ എടുക്കേണ്ട കാര്യമില്ല. ഓരോരോ കാലത്ത് സഭ പല പല കാര്യങ്ങളിൽ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്.
സഭ ചെയ്യാത്ത തെറ്റിന് പോലും 10 വോട്ട് നേടാൻ വേണ്ടി സഭയെ പ്രതിഷ്ഠാനത്ത് നിർത്തിക്കൊണ്ട് മറ്റു സമുദായക്കാരുടെ പ്രീണനങ്ങളും അവരുടെ താല്പര്യങ്ങളും എടുത്തുകൊണ്ട് കസേര ഉറപ്പിക്കാൻ വേണ്ടി സഭയെ കരുവാക്കിയിട്ടുള്ള കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. പക്ഷേ അങ്ങനെയുള്ള കാലങ്ങളിലൊന്നും സഭ ആരുടെയും ദാസ്യാകത്തില്ല. ജ്ഞാനസ്ഥാനം വെള്ളം വീണവനാകാതിരിക്കാം, പക്ഷേ കർത്താവിൻ്റെ ദാസനാകാൻ കഴിയാത്ത വ്യക്തി ലോകത്തിൻ്റെ ദാസനാകും, അല്ലെങ്കിൽ ദാസിയാകും. അങ്ങനെ ആ അവസ്ഥയിൽ അവർ അന്ത്യം കുറിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒറ്റ ദാസനേ ഉള്ളൂ. ആരാണ്? ദൈവത്തിൻ്റെ ദാസൻ. അതാണ് അമ്മ പറയണത്. അമ്മ പറഞ്ഞ അസ്വീകാര്യമായ സമയത്തെ എങ്ങനെ അമ്മ സ്വീകാര്യമാക്കി, പ്രസാദകരമല്ലാത്ത സമയത്തെ എങ്ങനെ പ്രസാദകരമാക്കി. വിത്ത് എ സിംഗിൾ വേർഡ്. എന്താണ്? ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ്, ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെന്താ പറയണത്? എങ്ങനെയാണ് ദാസ്യനാകണത് ഒരു മനുഷ്യൻ? എങ്ങനെയാണ് ദാസിയാകണത് ഒരു സ്ത്രീ? ബിഹോൾഡ് ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. എന്താണ്? അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ. ദൈവവേദനേ, എപ്പോഴാണൊരു വ്യക്തി ദൈവത്തിൻ്റെ വചനം തൻ്റെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി സ്വയം സമർപ്പിതമാകണത്? അവൻ ദൈവത്തിൻ്റെ ദാസനാകും, ദൈവത്തിൻ്റെ ദാസിയാകും. അവന് സ്വീകാര്യമല്ലാത്ത സമയം അവൻ സ്വീകാര്യമാക്കി, പ്രസാദകരമല്ലാത്ത സമയം അവന് പ്രസാദകരമാകും. എപ്പോഴാണത്? അവൻ ദൈവത്തിൻ്റെ വചനത്തെ തന്നെ പരിശുദ്ധ അമ്മയെ പോലെ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. അമ്മയെ പരിശുദ്ധ അസ്വീകാര്യമായ സമയത്തെയും പ്രസാദകരമായ സമയത്തെയും ഞങ്ങൾക്ക് അമ്മയെ പോലെ പ്രസാദകരമാക്കി മാറ്റുന്നതിനായി അമ്മയെപ്പോലെ അത്യുന്നത ശക്തി ആവശ്യിക്കാൻ വേണ്ടി കർത്താവിന്റെ വചനം ജീവിതത്തിലെ നിറവേറ്റാൻ ആവശ്യമായ അഭിഷേകവും നൽകണമേ. ശ്രദ്ധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസി ആയി മാറുമ്പോഴാണ് അസ്വീകാര്യമായ സമയം സ്വീകാര്യമാകണതും പ്രസാദകമല്ലാത്ത സമയം പ്രസാദകരമായി മാറ്റുന്നതും. അതിൻ്റെ മാതൃകയും മധ്യസ്ഥവുമാണ് പരിശുദ്ധ അമ്മയെന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ പ്രമേയം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ദാസൻ ആയാൽ, ഇങ്ങനെ ദാസിയായാൽ എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ദാസനാകാം? ദൈവത്തിൻ്റെ ദാസൻ്റെ മുഖമുദ്ര എന്താണ്? ദൈവത്തിൻ്റെ ദാസിയുടെ മുഖമുദ്ര എന്താണ്? നമുക്കറിയാം, സ്നേഹമുണ്ട്, ഇവിടെ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. പക്ഷേ ഇതൊന്നും ദൈവദാസിയുടെ മുഖമുദ്ര അല്ല. ദൈവത്തിൻ്റെ ദാസൻ്റെ അല്ലെങ്കിൽ ദൈവദാസിയുടെ ഇപ്പോൾ ദൈവസ്നേഹം, പ്രത്യാശ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വിശ്വാസം, അങ്ങനെ തിയോളജിക്കൽ വെർച്യൂസ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പക്ഷെ ഇതൊന്നും ദാസൻ്റെ പ്രഖ്യാപിതമായ മുദ്രയല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു ദാസൻ്റെ അസ്വീകാര്യമായ സമയത്തെ സ്വീകാര്യമാക്കി മാറ്റാൻ കഴിവുള്ള ദാസൻ്റെ, അല്ലെങ്കിൽ പ്രസാദകരമല്ലാത്ത സമയത്തെ പ്രസാദകരമാക്കി മാറ്റാൻ കഴിവുള്ള ദാസിയുടെ മുഖമുദ്ര എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ബൈബിൾ തരത്തുള്ളൂ. ദാറ്റ് ഈസ് ഫിഡലിറ്റി. എന്താണ്? വിശ്വസ്തത. ഈ വിശ്വസ്തതയും ദാസനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. നമ്മൾ വായിച്ചിട്ട് സുവിശേഷത്തിൽ എന്താ പറയണത്? അവൻ ചതഞ്ഞ ഞാങ്കണം ഒടുക്കിയില്ല. പൈസയ 42 അല്ലേ? 42:3 അവൻ ചതഞ്ഞ ഞാങ്കണ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അപ്പം ഈ സുവിശേഷം ഞാൻ ഈ ക്രിസ്മസിന് ധ്യാനിച്ച ഭാഗമാണ്. അപ്പം എൻ്റെ കയ്യിൽ വേറെ ഒരു സംഭവമില്ല. എന്നുവെച്ചാൽ വേറെ സാധാരണഗതിയിൽ ഞാൻ വ്യാഖ്യാന പുസ്തകങ്ങളൊന്നും നോക്കത്തില്ല. കാര്യം വ്യാഖ്യാനിക്കേണ്ടത് ആരാ? കർത്താവിൻ്റെ ആത്മാവിൽ കർത്താവ് വ്യാഖ്യാനിക്കേണ്ട സമയത്ത് നമ്മൾ വല്ലവരും ശാസ്ത്രീയ സാധനം എടുത്ത് വ്യാഖ്യാനിച്ചാൽ ബൗദ്ധികമായിട്ട് അക്കാഡമിക്ക് കിട്ടും, പക്ഷേ അതിന് അഭിഷേകം ഉണ്ടാകത്തില്ല. അതൊരു ബുദ്ധിയെ മാത്രം ഇങ്ങനെ തെളിച്ച് പ്രകാശിപ്പിക്കും.
പക്ഷേ വ്യക്തിയെ അത് അഭിഷേകം ചെയ്തിട്ട് ശക്തി കൊടുത്തിട്ട് വിടുതൽ നൽകുന്നതിന് അത് പര്യാപ്തമല്ല. അതൊരു ക്ലാസ് റൂം തിയോളജി അവിടെ കേട്ട് ഭൗതികമായ ബോധ്യം ഉണ്ടാക്കാൻ നല്ലതാണ്. പക്ഷെ നമ്മൾ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അഭിഷേകമാണ് വേണ്ടത്. ആത്മാക്കളെ വീണ്ടെടുക്കണത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജസ്ഥാനിലെ ഒരു ഹൈന്ദവ സഹോദരി ക്യാൻസർ 4th സ്റ്റേജിൽ സുഖപ്പെട്ടു എന്നും പറഞ്ഞു വേറൊരു സഹോദരിയുടെ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾ സാക്ഷ്യത്തെ ഓൺ ചെയ്യണില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവർ പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് ഓൺ ചെയ്യാൻ തന്നെ കാരണം ആ വ്യക്തി ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോഴാണ് ഞങ്ങളത് ഓൺ ചെയ്യണത്. പക്ഷെ ആ വ്യക്തി, ആ സൗഖ്യപ്പെട്ട വ്യക്തി പിന്നീട് നടത്തിയിട്ടുള്ള വിശ്വാസത്തിൻ്റെ കൈമാറ്റങ്ങളുണ്ട്. അത് ഗംഭീരമാണ്. ദാറ്റ് മീൻസ് എന്തെല്ലാം പ്രാതികൂല്യങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് വിശ്വാസം കിട്ടി അവൻ്റെ ജീവിതം രക്ഷപ്പെടുത്തുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി തീരുമാനിക്കും. ഇവിടെ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും യേശുവിനെ ഒരു വ്യക്തി തൊട്ടു, കണ്ടു, ഞാൻ കർത്താവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീസറിന് പിന്നെ സീസറിനുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ എപ്പോഴും കിട്ടും. ശ്രുതികട്ടെ ഹല്ലേലൂയ. മുഖമുദ്രയായിട്ട് ഐസയ 42:3 എന്താ പറയണത്? അവൻ അല്ലെങ്കിൽ അവൾ വിലപിക്കുകയോ അതുപോലെ സ്വരമുയർത്തുകയോ ഇല്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കൊരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഒരു ജീവിത പ്രതിസന്ധിയുടെ മുമ്പിലെ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന 2 കാര്യങ്ങളാണ്. ഒന്നെന്താണ്? വിലപിക്കുക, നിലയം വിളിച്ചുകൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ജീവിത പ്രതിസന്ധി, ഇപ്പോൾ രോഗമാകാം, ക്ഷീണമാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയാകാം, ഭർത്താവ് മരിച്ച അവസ്ഥയാകാം, ഭാര്യ മരിച്ച അവസ്ഥയാകാം, കുഞ്ഞുങ്ങൾ അബോർട്ട് ചെയ്ത അവസ്ഥയാകാം, ഉള്ള കല്യാണം പോയ അവസ്ഥയാകാം, അല്ലെങ്കിൽ ഡൈവേഴ്സായ അവസ്ഥയാകാം. വാട്ട് എവർ മീ ദ സിറ്റുവേഷൻസ്, ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നെങ്കിൽ വിലപിക്കാം. എന്തുമാത്രം ഞാൻ സ്നേഹിച്ചതാണ്, എന്തുമാത്രം ഞാൻ എൻ്റെ കയ്യിലെ വളവരെ ഊരിക്കൊടുത്ത് പണയം വെച്ച് കൊടുത്തതാണ്, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തല്ല. അവർക്ക് ലമെൻറ്റേഷൻ നടത്താൻ പറ്റും, വിലപിക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ശരി പറയാം, മരിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളൊക്കെ പണിയെടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാര്യം സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസാണ് അവിടെ ഉള്ളത് മുഴുവനും. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കും, പോവുകയാണോ, എന്നെയും വിട്ട് പോവുകയാണെന്നൊക്കെ ചോദിക്കുമ്പോഴേ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവരതിൽ നിന്ന് റിലീവ്ഡ് ആവും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പണ്ട് കൊച്ചച്ഛനായിരുന്ന കാലത്തൊക്കെ ഇത് നോക്കുമ്പോൾ ഞാൻ ദൈവമേ എന്നും കൊന്ന് ഇവിടെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ഇനിയെന്നും. പക്ഷേ 2 മാസം കഴിയുമ്പോൾ റിലീവ്ഡ് ആവില്ല, അത് നിരാശ. പക്ഷേ അതല്ല പ്രശ്നം. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഒരു വിശ്വാസി കൈവരിക്കേണ്ട, ഒരു വിശ്വാസി ആരാണ്, ഒരു ദാസി ആരാണെന്ന് നിങ്ങൾ അറിയണം. ദാസിയുടെ ഗുണങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ദാസൻ്റെ ഗുണമുണ്ട്, അവൻ വിലപിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പം പരിശുദ്ധ അമ്മയുടെ കാര്യം തന്നെ എടുക്കുക. അമ്മയ്ക്ക് ഈ തണുപ്പുള്ള രാത്രി, അതായത് കഠിനമായ ശരീരം കുത്തിത്തുളച്ച് കയറുന്ന തണുപ്പുള്ള രാത്രി, ഈ ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മണവും കേട്ട് ആരും നോക്കാനും തിരക്കാനും ഇല്ലാതെ ഈ നിസ്സഹായനായി ഒരു വീട് പോലും, ഒരു ചാർത്ത് പോലും ഒപ്പിച്ച് തൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ കൊടുക്കാൻ പറ്റാതെ നിസ്സഹായനായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടാതെ നിൽക്കുമ്പോൾ ആരാണ് കരയാത്തത്? ആരും കരഞ്ഞു പോകും. വെറുതെ കുത്തിയിരുന്ന് പ്രസവിച്ചുകൊണ്ടിരുന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഭർത്താക്കന്മാർ കള്ളുകുടിയന്മാരായിട്ട് ആശുപത്രി കൊണ്ട് ആക്കിയിട്ട് 3 ദിവസമായിട്ട് കിടക്കാതെ വരുമ്പോഴേ നമ്മൾ ആ വാർഡിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മളോട് പറയാം, അച്ഛാ ഇത് പെറ്റതിന് മുമ്പേ വന്നില്ല, പെറ്റിട്ട് ഇപ്പം 5 ദിവസമായി, അമ്മയമ്മ കൂടെ ഉണ്ട്, എന്നുവെച്ചാൽ ഭാര്യയുടെ അമ്മ കൂടെ ഉണ്ട്, അവർ മാത്രമേ ഉള്ളൂ, മരുമകൻ വന്നില്ല. അവൻ വെള്ളത്തിൻ്റെ പുറമോ അല്ലെങ്കിൽ തോന്നിവാസത്തിലോ ആണ്. പക്ഷേ ആ കൊച്ചിനെ കണ്ട മുഖം പോലും കാണാൻ വന്നില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവർ പറയുന്നത്. അച്ഛാ ഈ കുഞ്ഞിൻ്റെ മുഖം അപ്പോൾ അമ്മായിയമ്മ നമ്മൾ പറയും, അച്ഛാ ഈ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാനാവും വന്നില്ല അച്ഛാ എന്ന് പറയുമ്പോൾ അമ്മായിയമ്മ നിലവിളിക്കും. ഇതാണ് നിലവിളിക്കുക, വിലപിക്കുക എന്ന് പറയുന്നത്. മകൾ മാത്രമല്ല, പക്ഷേ ആ സിറ്റുവേഷൻ ഭയങ്കര സങ്കടകരമാണ്. കാര്യം കെട്ടിച്ച് വിട്ടിട്ട് ഗർഭിണിയായിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ തിരക്കാതെ ഇരുന്നിട്ട് അവസാനം നമ്മൾ ആശുപത്രി കൊണ്ടുവന്ന്
ആശുപത്രി ആ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാൻ പറ്റാത്ത അത്ര കഠോരമായ ദുഷ്ടന്മാർ ഞാൻ പറഞ്ഞത് കെട്ടാൻ നിൽക്കുന്നതാണ്. ചില ആൾക്കാർ കെട്ടിപ്പാപികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ അവർ വിശുദ്ധരായി ജീവിച്ചേനെ. കാര്യം കെട്ടാൻ യോഗ്യതയില്ലാത്തവൻ. അപ്പം ഞങ്ങൾക്കൊക്കെ എന്താ വിളി കിട്ടിയപ്പോൾ കെട്ടാൻ യോഗ്യതയില്ലെന്ന് മനസ്സിലായി. ഞങ്ങൾ കല്യാണം കഴിക്കില്ല, കർത്താവിനെ സ്വീകരിച്ചു. അതെന്താണ്? ആ വിളിയുടെ കാലത്ത് ഞങ്ങളത് തിരിച്ചറിഞ്ഞതാണത്. പിന്നീട് അതിനെ പരിപുഷ്പിച്ചുകൊണ്ട് വന്നതാണ്. ഇന്നും എന്ത് പറ്റണ്? എത്രയോ സന്തോഷമായിട്ട് എത്ര രോഗങ്ങൾ വന്ന് ക്രിസ്മസ് പോലും ഇല്ല ജീവിതത്തിൽ, പക്ഷെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ക്രിസ്മസിൻ്റെ ദിവസമൊക്കെ 6 രോഗങ്ങളായിട്ടാണ് എനിക്ക് അവസ്ഥ, 4 രോഗങ്ങൾ. എന്നിട്ട് ആരോഗ്യം പരാതി പറഞ്ഞു. അതെന്താ കാര്യം? ഈ അമ്മയെടുക്കുന്ന പഠിച്ചതാണ്. അമ്മ എന്താ ചെയ്യണത്? ഈ പാതിരാത്രിക്ക് ഒരു മനുഷ്യൻ പോലും വരണില്ല, തിരക്കണില്ല, മനുഷ്യപ്പറ്റില്ല, ആരും അന്വേഷിച്ച് വരണില്ല. ഞാൻ ബെത്ലഹേമിൽ പോയി അമ്മ പെറ്റുകിടന്ന സ്ഥലം കണ്ടത് അവിടെ ഒരു കുത്തിയിരുന്ന് കൊന്തയിലെ ആളാണ്. അപ്പം ഞാനിപ്പോൾ ഈ ബെത്ലഹേമിലേക്ക് ഞാൻ നോക്കുമ്പോഴും നമ്മളുടെ കറക്റ്റ് ഇതാണ് എന്താ ഹൈ റേഞ്ചിലുള്ള സ്ഥലമുണ്ടല്ലോ നമ്മളെല്ലാവരും ആൾക്കാരൊക്കെ പോകുന്നത്, ഞാൻ മറന്നു സ്ഥലം. അതുപോലെ നല്ല പച്ചപ്പുല്ലിങ്ങനെ പിരിച്ച് നല്ല തണുത്ത പ്രകൃതിയാണ് അവിടെ. അപ്പോൾ വാഗമണ്ണ് പോലെ തന്നെ ഈ സ്ഥലം ഇങ്ങനെ ബെത്ലഹേം, ഞാനിങ്ങനെ ബെത്ലഹേമിന് ഈ പുൽക്കൂട്ട് അമ്മയുടെ ആ പാറയുടെ വലിയൊരു പാറയാണ്, പാറയുടെ ഉള്ളിലാണ് ഈ കാലികളെ സൂക്ഷിക്കുന്നത്. അവിടെയാണ് ചരിത്രപരമായിട്ട് പാരമ്പര്യത്തിൽ അമ്മ തിരുപ്പറമ്പ് നടന്ന സംഭവം. നമ്മളവിടെ കൊന്തയിലിട്ട് പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ വാഗമൺ പോലെ ഇരിക്കും. എന്താണ്? എല്ലായിടത്തും നല്ല തണുത്ത പച്ചപ്പുള്ള പുല്ല് ഇങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ ഒരു മലയടിവാരത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുകയും. അപ്പോൾ പണ്ട് ഇത് തന്നെയാണ് അവസ്ഥ. ആ പ്രദേശത്ത് അന്നും ഇല്ല മനുഷ്യർ, ഇന്നും ഇല്ല മനുഷ്യർ. വിജനമായ സ്ഥലമാണ്. ഈ വിജനമായ സ്ഥലത്ത് അകപ്പെട്ടു പോയിട്ട്, കാലികളുടെ ഇടയിൽ അകപ്പെട്ടു പോയിട്ട് അവൾ കരഞ്ഞില്ല. അതാണ് സംഭവം. കാര്യം അതിന് പ്രാകൃതരായ മനുഷ്യരെയാണ് കാണുന്നത്. ആരെ കാണുന്നത്? ഇടയന്മാരെ കാണുകയാണ്. കരയാനുള്ള എല്ലാ വകുപ്പും അവിടെ ഉണ്ട്. ഭർത്താവിനെ നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം, നിങ്ങളെ പെറ്റതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഹസ്ബൻഡ് വന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ആരും വന്നില്ലെന്ന് പറഞ്ഞാൽ ദൈവമേ, നിന്നെ ദാസിയാകാൻ ദൈവം വിളിക്കുന്നു, നീ കരയരുത്. വിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ അവിശ്വാസിയാണെങ്കിൽ നീ വാരി വലിച്ച് നിലവിളിച്ച ഒരു പ്രശ്നമില്ല. പക്ഷേ നിനക്ക് കിട്ടിയ പാഠം എന്താ? നിനക്ക് കിട്ടിയ പാഠം എന്താണ്? തിരിഞ്ഞു നോക്കാൻ അറിയില്ല. ഇനി ഔഷധപിതാവ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ചാർത്ത് കാണിച്ചു കൊടുക്കാനും തരപ്പെടുത്തിയെടുക്കാനുമുള്ള കഴിവില്ല. ദൈവം ചില മനുഷ്യരുടെ കഴിവ് തക്ക സമയത്ത് എടുത്തു കളയും. വലിയ കഴിവുള്ള മനുഷ്യനാണ്, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു പരിചയമില്ലാത്ത രാജ്യത്ത് അമ്മയും കുഞ്ഞിനെ കൊണ്ടുപോയി വേറെയും കൂലിയില്ലാത്ത കാലത്ത് 2 കൊല്ലം താമസിച്ച ആളാണ് ഔഷധപിതാവ്. കഴിവില്ലാഞ്ഞിട്ടാണോ? കഴിവുള്ള മനുഷ്യനാണ്. പക്ഷേ ദൈവം ചിലരുടെ കഴിവെടുത്ത് ചില സമയത്ത് എടുത്തു കളയും. അത് നിങ്ങൾ തിരിച്ചറിയണം, അല്ല മാർഗ്ഗമില്ല. നിൻ്റെ ഭർത്താവിനെ നിന്നെ നോക്കാനും തിരക്കാനും അന്വേഷിക്കാനും ഒക്കെ കഴിവുണ്ടേ, പക്ഷെ ചില സമയത്ത് ആ ഓർമ്മ കിട്ടത്തില്ല. എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ അയാൾ ചെയ്തിട്ടൊന്നും ഒക്കത്തില്ല. അയാൾ ചെയ്യും, പക്ഷെ ഒക്കത്തില്ല. പല വേലകളും പല പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ഒക്കണില്ല. എല്ലാ വലിയ കഴിവുള്ള മനുഷ്യർക്ക് ചില സമയത്ത് എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട പോലെ വരും. ഔഷധപിതാവ് വലിയ കഴിവുള്ള മനുഷ്യനായിരുന്നു. ഒറ്റയ്ക്ക് അമ്മയും കുഞ്ഞിനെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുപോയി വേറെ ഒരു രാജ്യത്ത് പോയി. അത് വെറുതെ പെരുന്നാളിന് പോയതല്ല. ഊരിപ്പിടിച്ച വാളുമായി ഹെറോദസിൻ്റെ പട്ടാളക്കാർ പുറകെ വരുമ്പോൾ മുമ്പേ വീണ് ജീവനം കൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഓടിപ്പോയി അന്യരാജ്യത്ത് ഈ അമ്മയും കുഞ്ഞിനെയും 2 കൊല്ലം താമസിപ്പിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷേ ഈ രാത്രി ചങ്കൂറ്റം പോയി, പെറ്റ ദിവസം ചങ്കൂറ്റം പോയി. ഒരു വീട് പോലും കാണിച്ചു കൊടുക്കാൻ പറ്റണില്ല. ദൈവമേ, നിനക്ക് നിൻ്റെ പണം, നിൻ്റെ ശക്തി, നിൻ്റെ സ്വാധീനം ചില സമയത്ത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിനക്ക് കരയാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ അമ്മ നിന്നോട് പറയുന്നു, അപ്പോഴും നീ കരയരുത് മോളെ. എന്താണ്? അപ്പനറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ശ്രദ്ധിക്കട്ടെ,
ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, സ്തോത്രം. സ്തുതിക്കുന്ന കർത്താവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി കർത്താവേ. യേശുവേ, സ്തോത്രം. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് നമ്മൾ കരഞ്ഞാൽ ഒരു വിഷയത്തെ നമ്മൾ ആ വിഷയത്തിൽ കരഞ്ഞു പോയാൽ നമ്മൾ പരാജയപ്പെട്ടെന്നാണ് പറയണത്. വചനം പറയണത് ദൈവവചനം നിറവേറ്റുന്നതിൽ, നീതി നിവർത്തിയാക്കുന്നതിൽ, ദൈവഹിതം നിറവേറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. ദൈവഹിതം നിറവേറ്റുന്നത് നമ്മൾ പരാജയപ്പെട്ടു. ഞാൻ പറയണല്ല, ഐസയ പറയണ വചനങ്ങളാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. ഇപ്പം എന്താ അമ്മ ചെയ്തത്? കരയേണ്ട സമയത്ത് അമ്മ എന്താ ചെയ്തത്? ലൂക്കാ 2:19 അമ്മ എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു, കരഞ്ഞില്ല. അത് അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. ഐസയ 42:2 ദാസനാണ്. ദൈവത്തിൻ്റെ ദാസ്യം അതുപോലെ വിലപിക്കുകയോ കരയുകയോ സ്വരമുയർത്തുകയില്ല. കരഞ്ഞില്ലല്ലോ, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് 2:19 ലൂക്കാ 2:19 നമ്മളോട് പറഞ്ഞത് എന്താണ്? മറിയം അട്ലേമാര് പോയപ്പോൾ കരയേണ്ടതായിരുന്നു. അവിടെ കരയേണ്ടതായിരുന്നു. ഈ പകർന്നു പിടിച്ച മനുഷ്യനെ കാണുമ്പോൾ കരഞ്ഞു പോകേണ്ടതായിരുന്നു. അമ്മയില്ല, അപ്പനില്ല, സ്വന്തപ്പെട്ടവരില്ല, ആരുമില്ല, ഔഷപിതാവിൻ്റെ പക്ഷത്തൊന്നുമില്ല, സ്വന്തം പക്ഷത്തൊന്നുമില്ല, നാട്ടുകാരുമില്ല. കരയേണ്ടതായിരുന്നു അവിടെ. പക്ഷെ അവൾ കരഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടി വചനം പറയും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയും. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാവം അല്ലെങ്കിൽ ദാസിയുടെ സ്വഭാവം എന്ന് യെശയ്യാ 42:2-3 പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ സ്വരമുയർത്തുകയില്ല, അവൻ വിലപിക്കുകയില്ല, സ്വരമുയർത്തുകയോ ഇല്ല. അതായത് തെരുവീഥികളിൽ അവൻ്റെ സ്വരം കേൾക്കപ്പെടുകയില്ല. അതായത് ഞാൻ എപ്പോഴും ഈ വിഷയം ധ്യാനിക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യേശുവിനെ കഴിഞ്ഞാൽ പിന്നെ ഒത്തിരിക്കുന്ന ആർക്കാണ്? അമ്മയ്ക്കാണ്. കാര്യം അമ്മയ്ക്ക് ഇത് വെക്കാൻ കാരണം അമ്മയ്ക്ക് സ്വരം ഉയർത്തി രണ്ട് വർത്തമാനം പറയാനുള്ള പല സാഹചര്യം ഈശോ തന്നെ ഒപ്പിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ അമ്മയോടും അപ്പനോടും പറയാതെ ഈ ദേവാലയത്തിൽ തന്നെ തങ്ങിയത് ഭയങ്കരമായ കഷ്ടമായിപ്പോയി. അമ്മനോട് ഇപ്പം നമ്മൾ ഈ ഫൈൻഡിങ് ഇൻ ദ ടെമ്പിൾ, ഫൗണ്ട് മിസ്സിങ് ഒക്കെ നമ്മൾ പറഞ്ഞ് ധ്യാനിക്കണില്ലേ ജപമാലയിൽ? ദേവാലയത്തിൽ ഈശോയെ കാണാതിരിക്കെ കണ്ടുമുട്ടി. അത് ആ വിഷയം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ആ വിഷയം ഈശോ ഒരു വാക്ക് പോലും പറയാഞ്ഞ കാരണം മാതാപിതാക്കന്മാർക്ക് എന്തുണ്ടായെന്നാണ് അമ്മ പറയണത് 2:48. ഈശോ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ ചെയ്തത്? ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുക. അപ്പോൾ ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ സാധാരണ ഉത്കണ്ഠയല്ലേ. കാര്യം ഭയവും ഉത്കണ്ഠയുമാണ്. ഈ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഉത്കണ്ഠ ഉണ്ടായിരിക്കണത്? ഈ യേശുവിനെ കയ്യിൽ നിന്ന് ഇപ്പം നസ്രത്ത് വരെ ജെറുസലേമിൽ നിന്ന് നസ്രത്ത് വരെ തിരിച്ച് നടക്കുകയാണ്. നസ്രത്ത് എത്തിയില്ല, ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നസ്രത്ത് എത്തും. 2 ദിവസത്തെ വഴി നടന്നെത്തി കഴിയുമ്പോഴാണ് ഈശോ ഇല്ലാത്തത് അറിയണത്. അപ്പോൾ അവർക്ക് ഉത്കണ്ഠ ഉണ്ടായെന്നാണ് പറയണത്. എന്താണ് ഉത്കണ്ഠ? ആ ഉത്കണ്ഠ എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഔസേപ്പിതാവിന് ഭയം ഉണ്ടായ ഒരിക്കൽ ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ഭയം ഉണ്ടായത്. എന്താണ് ഭയം ഉണ്ടായത്? ഈ നസ്രത്തിലേക്ക് പോകാതെ കഫർനഹൂമിൽ പോകാണ്ട കാരണം എന്താണ്? ഭയം ഉണ്ടാകാൻ കാരണം എന്താ? 2:20 മത്തായിയുടെ സുവിശേഷം. അതായത് ഹെറോദേസ് ദ ഗ്രേറ്റ്, അയാളുടെ മകൻ അർക്കലാവോസാണ് ഇവിടെ ഭരിക്കണമെന്ന് കേട്ടപ്പോൾ ഔസേപ്പിതാവിന് ഭയമായി. അതാണ് ഞാനും എൻ്റെ പിതാവും കൂടി. എന്തിനെക്കുറിച്ചാണ്? അർക്കലാവോസാണ് ഇവിടെ ഭരിക്കണമെന്ന് കേട്ടപ്പോഴാണ് ഭയമായത്. അപ്പോൾ എങ്ങനെ അർക്കലാവോസിൻ്റെ ആൾക്കാർ വന്ന് ഈശോനെ തട്ടിക്കൊണ്ട് പോയെന്നാണ് ഈ അപ്പനും അമ്മയും കൊണ്ട് ചിന്തിക്കുന്നത്. അർക്കലാവോസിൻ്റെ ആൾക്കാരെ വന്ന് ഇവനെ തട്ടിച്ചുകൊണ്ട് ഈ ദേവാലയം തട്ടിക്കൊണ്ട് പോയോ? എന്താണ് സംഭവിച്ചെന്നറിയാതെ അമ്മയ്ക്ക് ഭയവും അമ്മയ്ക്ക് ഉത്കണ്ഠയും ഔസേപ്പിതാവിന് ഭയവും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈശോ കൊടുക്കുന്ന മറുപടി എന്താണ്? സോറി മദർ എന്ന് പറയേണ്ടതാണല്ലേ ശരിക്കും പറഞ്ഞാൽ.
നമ്മുടെ നാട്ടിൽ വല്ലതാണെങ്കിൽ അടി പാർസൽ കണ്ണക്കുരിയുടെ ആദ്യം അപ്പുറം തരും, എന്നിട്ടേ പിന്നെ വിശേഷം പറയത്തുള്ളൂ. കാര്യത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. സിറ്റുവേഷൻ മോശമാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട്. അപ്പോൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പക്ഷെ അതിന് മറുപടി ഈശോ കൊടുക്കണത് എന്താണ്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. ഇതിന് ഈ ഉത്കണ്ഠയും ഭയവും മാറാൻ അതൊരിക്കലും മതിയായ ആൻസറല്ല. ഈശോയുടെ സ്റ്റാൻഡ് പറയണം, അത് കറക്റ്റാണത്. ഈശോയുടെ സ്റ്റാൻഡ് പറയും, അവസാനം വരെ കുരിശ് വരെ പറയും. കുരിശ് വരെ ഈശോയുടെ സ്റ്റാൻഡ് പറയും. പക്ഷേ മാനുഷികമായ രീതിയിൽ ഉത്കണ്ഠയും ഭയമുള്ള മാതാപിതാക്കന്മാർക്ക് മതിയായ മറുപടിയാണോ അത്? നിനക്ക് വാക്കിനോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് അമ്മക്ക് തിരിച്ചു ചോദിച്ചാൽ ഈശോക്ക് മിണ്ടാൻ പറ്റത്തില്ല. പക്ഷെ മറിയം ചോദിക്കത്തില്ല. കാര്യം എന്താണ്? അവൾ ദാസിയാണ്, അവളുടെ സ്വരം ഉയരത്തില്ല. അതിനെക്കുറിച്ച് അവളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവളെ അവൻ്റെ മകനെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തെരുവീഥികളിൽ അവൻ്റെ സ്വരം ഉയർത്തില്ല. നമ്മൾ വായിച്ചില്ല അത്. എന്താ പറഞ്ഞത്? അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയില്ല, തെരുവീഥികളിൽ അവൻ്റെ സ്വരം കേൾക്കുകയുമില്ല. ദിസ് ഈസ് മദർ. മദറിന് ഇവിടെ സംസാരിക്കാൻ ശരിക്കും. ഞാനെപ്പോഴും അമ്മയോട് പറഞ്ഞ, അമ്മേ, ഞാൻ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം പൊട്ടിത്തെറിച്ച് പോയിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ പലപ്പോഴും എൻ്റെ നിലവാരത്തിൽ താഴെയുള്ള ആൾക്കാരോടായിരിക്കും, മുകളിലുള്ള ആൾക്കാരോടൊന്നുമല്ല. അവർ ബഹുമാനമൊക്കെ ഉണ്ട്, എത്ര പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ താഴെയുള്ള ആൾക്കാരെ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാൽ ഞാൻ പൊട്ടിത്തെറിക്കും. പക്ഷേ അതും എന്തോ ഒരു ദാസനാകുന്ന നിന്ന് എന്തുമാത്രം നമ്മളെ മാറ്റും. കാര്യം അമ്മ നമുക്ക് തന്നിരിക്കുന്ന പാഠം എന്താണ്? പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസരം വന്നാൽ പോലും നീ വിശ്വാസിയാണെങ്കിൽ നിനക്ക് പൊട്ടിത്തെറിക്കാം. പക്ഷെ നീ ഒരു ദാസനാണെങ്കിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് അത് കപ്പാസിറ്റിയാണത്. അമ്മ ബേസിക്കായിട്ട് എന്താണ്? ദൈവവചനം. ഈശോ പറഞ്ഞത് എന്താണ്? ദൈവവചനം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവൻ എന്നാണെന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേ ഈശോ പറഞ്ഞ വചനം എന്താണ്? ദൈവപുത്രൻ പറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനത്തോട് മറിയം എന്ത് ചെയ്യണം? മറിയം എന്താണ് ചെയ്തത് എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. അവൾ പൊട്ടിത്തെറിച്ചില്ല. അവൾ എന്ത് ചെയ്തു? അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയൊക്കെ നീളമുള്ള ഉടുപ്പൊക്കെ ഇട്ട്, ഷർട്ടൊക്കെ ഇട്ട്, ഒരു വെള്ളമുണ്ടൊക്കെ കൊടുത്താണ് മൈനസ് മേരി ഞങ്ങളെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. വെള്ളമുണ്ടും പിന്നെ വെള്ള കൈ നീളമുള്ള ഷർട്ട്. അപ്പോൾ ആൾക്കാർ ചിലർ ചോദിക്കും, പട്ടത്തിന് പഠിക്കണമല്ലേ എന്ന്. അപ്പോൾ നമ്മുടെ തലയാട്ടം പഠിക്കുകയാണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ വലിയ പഠനമാണ് മറിയത്തിന് പഠിക്കണമെന്ന് പറയുന്നത്. പട്ടത്തിന് പഠിക്കണമ്പോൾ കഴിച്ച് പിന്നെ ചെയ്യാനുള്ള പരിപാടി എന്താണ്? മറിയത്തിന് പഠിക്കുക. കാര്യം മറിയത്തിന് പഠിക്കണത് എന്തിനാണ്? യേശുവിനെ കിട്ടാനുള്ള എളുപ്പമാർഗം അതാണ്. വേറെ ഒരു മാർഗവുമില്ല. അതായത് ദൈവപിതാവിൻ്റെ ഇത് കണ്ട ഈ മിണ്ടാണ്ടിരിക്കണ വിഷയം കണ്ടില്ലേ? സ്വരം ഉയർത്തേണ്ട സമയത്ത് പോലും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. 2:49 എന്താ എഴുതിയിരിക്കണത്? ഈശോ അത് പറയുമ്പോഴും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെക്കുറിച്ചും ധ്യാനിച്ചുകൊണ്ടിരുന്നു. കാര്യം എന്താണ്? ദൈവവചനാണ് പറയണത്. ഇതെന്തൊരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതാണ് ചിന്തിക്കണത്. അതായത് ഞാനവർക്ക് ഇവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നിട്ട് അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം? ഈശോ പറഞ്ഞത് ഈശോ ദൈവപുത്രനാണ്. അതുകൊണ്ട് ഈശോ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കണത് എന്താണ്? അത് ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനം എന്തിനുള്ളതാണ്? അതേക്കുറിച്ച് ചിന്തിക്കാനുള്ളതാണ്. അപ്പോൾ ദൈവവചനം എന്ന് പറഞ്ഞ ദൈവപൈതലെ നമ്മുടെ ജീവിതം നിറവേറ്റാനും ധ്യാനിക്കാനും ഉള്ളതാണ്. അമ്മ ഉള്ളം കാലുമ ഉച്ചവരെ ഈ വചന നിറവേറ്റത്തിൻ്റെ ആളായ്മയാണ്. ഒന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മയെപ്പോലെ തത്സമയം പരിശുദ്ധാത്മാവിനെ കിട്ടി ദൈവ തിരുമനസ് അമ്മയെപ്പോലെ നീതിയെ വിജയത്തിലെ എത്തിക്കുന്നത് വരെ ചതഞ്ഞ് ഞാങ്കണ 42:3 അനുസരിച്ച് കൊണ്ട് ചതഞ്ഞ ഞാങ്കണ ഒടിക്കാത്ത മങ്ങി
മങ്ങിയ തിരി കെടുത്താത്ത വിശ്വസ്തതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഐസയുടെ വചനങ്ങളൊക്കെ ഭയങ്കരമാണ് ശരിക്കും. അതായത് ഈ മങ്ങിയ തിരി ചില ദിവസങ്ങളിലൊക്കെ നമ്മളുടെ തിരി മങ്ങി അങ്ങോട്ട് പോവും. എന്താ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ ചില കുടുംബങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മോന്തം കയറ്റിരിക്കണേ കാണാം. ഞാൻ പറഞ്ഞ് വീഡിയോ തിരിക്കാൻ ചെയ്യുമ്പോഴൊക്കെ ചില ചേട്ടത്തിമാരും മോന്തം കയറ്റിരിക്കണേ കാണാം. അപ്പോൾ എന്നെ കാണുമ്പോൾ അച്ഛൻ ഈശ്വംശ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്തുതിയാണ്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി ഒന്നും പറയണ്ട അച്ഛൻ, ഇവിടെ ഒരു തൊഴുത്ത് പോലെയാണ് അച്ഛൻ വെഞ്ചരിക്കുക, ഇതുകൊണ്ടെങ്കിലും വല്ല മെച്ചം ഉണ്ടാകട്ടെന്ന് പറയും. എന്നുവെച്ചാൽ അവരുടെ മനസ്സ് വിശ്വാസം മങ്ങിപ്പോയിരിക്കുക. വീട്ടുകാരുടെ കുറേ നാട്ടുകാരുടെ അയൽവാസികളുണ്ടാവുമല്ലോ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കാനും വെറുതെ പോലീസ് കേസ് കൊടുക്കാനും ഒക്കെ വരുമ്പോൾ പോലീസുകാർ നമ്മുടെ വീട്ടിൽ വരും. നിങ്ങൾ നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറയും. ഞങ്ങളെന്താ പറയണത്? അപ്പോൾ ഉടനെ ഹർജി വായിച്ച് കേൾപ്പിക്കും. പണ്ടാരക്കാലൻ ഇപ്പം നമുക്കിടെ പണി വെച്ചല്ലേ. ദൈവമേ സമാധാനം ഇല്ലല്ല, തിരി മങ്ങിപ്പോവുകയാണ്. എങ്ങനെയാണ് അത് മങ്ങണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവർ മങ്ങിയ തിരി ഇവർ കെടുത്തും. ഈ മങ്ങിയ തിരി ഇപ്പം തന്നെ തിരി മങ്ങി നിൽക്കുക. ഇത്രയും നാളെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ മങ്ങിപ്പോയി, വിശ്വാസം മങ്ങിപ്പോയി, ദൈവസ്നേഹം മങ്ങിപ്പോയി, എല്ലാം മങ്ങിയിരിക്കുക. എൻ്റെ മക്കളെ നിങ്ങളെയൊക്കെ എല്ലാം ദൈവത്തിന് അറിയാം, എന്നെ അറിയാവും. എന്ത് സംഭവിച്ചാൽ എന്തെങ്കിലും വിഷയമുണ്ട് അപ്പം മങ്ങിപ്പോവും. മങ്ങിയ തിരി മനുഷ്യൻ എന്താ ചെയ്യണത്? തല്ലിക്കെടുത്തി കളയും. മങ്ങിയ തിരി ഇപ്പം എന്താ, ഞാൻ ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ട് എന്തുമാത്രം പ്രാർത്ഥിച്ചു, എന്നിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പം ഇന്ന് പോലീസ് മാറണില്ല എന്നുള്ള ചോദ്യം തന്നെ ഒരു കൊടുങ്കാറ്റാണ്. നിൻ്റെ ചോദ്യം നിൻ്റെ കൊടുങ്കാറ്റായി നിൻ്റെ വിശ്വാസത്തിൻ്റെ തിരികെടുത്തിക്കളയും. മങ്ങിയ തിരികെടുത്ത് എൻ്റെ മക്കളെ മങ്ങിയ തിരിയ, അതായത് ജീവിത പ്രശ്നങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, കോവിഡുകളൊക്കെ വന്നിട്ട് വിശ്വാസത്തിൻ്റെ തിരി ഇങ്ങനെ മങ്ങിപ്പോകുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? അതിനെ പിന്നെ ഊതിക്കെടുത്തുകയല്ലേ ചെയ്യേണ്ടത്? ദൈവദാസനാണ്ട തിരികളാണ് മങ്ങണത്. അപ്പോഴെന്ത് ചെയ്യും? ദാസനും ദാസ്യമാണെങ്കിൽ അവരാ തിരി കെടുത്തത്തില്ല. എന്താ കാര്യം? മങ്ങിയ തിരി എപ്പോഴായാലും ആളിക്കത്തുവെന്ന് പരിശുദ്ധാത്മാവ് അവരോട് പറയും. ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറയാത്തത് കൊണ്ടാണ് ഇതെൻ്റെ തിരി മങ്ങിയ കാലമാണ്, ഇത് സ്വീകാര്യകമായ കാലമല്ല, ഇത് പ്രസാദത്തിൻ്റെ കാലമല്ല എന്ന് പറയുമ്പോഴേ നമ്മളെന്ത് ചെയ്യും? നമ്മളെ വിശ്വാസത്തിനെ തടുത്ത് പിടിക്കണം. മറ്റ് കാറ്റുകളെ നേരിട്ട് കർത്താവേ, അമ്മ കണ്ടില്ലേ, അതായത് ഒരിക്കൽ പോലും ഈ പ്രസവക്കൂട്ടിൽ കിടന്ന് കന്നുകാലിക്കൂട്ടിൽ കിടന്ന് മെഴുകിയിട്ട് പോലും എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് മങ്ങിയ തിരി അമ്മ കെടുത്തിയില്ല. മറിച്ച് ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ ചോദിച്ചു, ഈശോ എന്താണ് നിന്നെ പെറ്റ രാത്രി ആരും എൻ്റെ കൂടെ ഇല്ലാഞ്ഞ്? അന്ന് ചോദിക്കാത്തൊരു ചോദ്യം ഇന്ന് ഞാൻ ചോദിക്കുകയാണ്, നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അതാണ് അമ്മ മങ്ങിയ തിരി കെടുത്തത്തില്ല. ദൈവവിശ്വാസി, നീ പ്രാർത്ഥിക്കണം അമ്മയോട്, കാലക്കെട്ട് വീണ ഈ രാത്രി. എന്തിനാണെന്നറിയാവോ? അമ്മയെപ്പോലെ വിശ്വസിക്കാൻ, അമ്മയെപ്പോലെ എൻ്റെ വിശ്വാസത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ തിരി മങ്ങുമ്പോഴേ അത് കെടുത്താതിരിക്കാൻ, നെഗറ്റീവുകൾ ചിന്തിച്ച് നെഗറ്റീവുകൾ പറഞ്ഞ് അത് കെടുത്താതിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. തിരി കെടുത്താതെ എന്തിനാണ് ചതഞ്ഞ അങ്കണ ഒടിച്ചു കളയാതെ നിലനിർത്തിയത്? അതൊരു പ്രത്യാശയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ മങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ജ്വലിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഈ സമയത്ത് എന്താണ് അമ്മ ചെയ്തത്? താഴെ ഐസയ എഴുതിയിട്ടുണ്ട്, ചതഞ്ഞ ഞാങ്കണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയില്ല, അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, പക്ഷേ ഇത് അമ്മയെക്കുറിച്ച് സത്യമാണ്. കാര്യം അമ്മ ദാസിയാണല്ലോ. ലുക്കാ 1:38 വെച്ച് ഇതാ കർത്താവിൻ്റെ ദാസി, ഈശോ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയപ്പെട്ട ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. 12:18 മത്തായി. ഇപ്പോൾ നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മത്തായി 12:18 ഈശോ ദാസനാണ്, തിരഞ്ഞെടുത്ത ദാസനാണ്. ലൂക്കാ 1:38 അമ്മ ദാസിയാണ്, വചനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ദാസിയാണ്. ഈ ദാസൻ്റെയും ദാസിയുടെയും ജീവിത രീതികളെ നമ്മൾ വചനാത്മകമായിട്ട് ധ്യാനിക്കുകയാണ്. അമ്മ ധ്യാനിച്ചത്
2 സ്ഥലത്ത് വെച്ച് അമ്മ ധ്യാനിച്ചു. ആട്ടിടയന്മാർ പോയപ്പോഴും ധ്യാനിച്ചു. വചനം എന്തിനുള്ളതാണ്? ദുർഘട സമയത്ത് ധ്യാനിക്കാനുള്ളതാണ്. വചനം എന്തിനുള്ളതാണെന്ന് അമ്മ പറയും. മകനെ അത് ദുർഘട സമയത്ത് ധ്യാനിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് എപ്പോഴും ധ്യാനിക്കണം, ദുർഘട സമയത്ത് പ്രത്യേകിച്ച്. പക്ഷേ എന്തിനാണ് ഇവർ മങ്ങിയത്തിരി കെടുത്താതിരുന്നത്? എന്തിനാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? ഒറ്റ കാര്യം, വിശ്വസ്തത. വിശ്വാസമല്ല, പ്രത്യാശയല്ല, ദൈവസ്നേഹമല്ല, വിശ്വസ്തത. അതാണ് 3 ഐസയ 42:3 ചതഞ്ഞ ഞാങ്കണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയില്ല, അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. നീതി പുലർത്തുക മാത്രമല്ല, നീതി പുലർത്തുക വെച്ചാൽ നീതി എന്താണ്? ദൈവജനമാണ്. ദൈവജനം എന്താണ്? ദൈവ മനസ്സാണ്. ദൈവ മനസ്സിനോട് വിശ്വസ്തത കാണിക്കുന്നതായി പറയണത് എന്തിനാണ്? 4 ഐസയ 42:4 ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല, അധീരനാവുകയുമില്ല. ഭൂമിയിൽ എന്താണ്? നമ്മുടെ ജീവിതം എവിടെയാണ്? ഭൂമിയിലാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് സ്ഥാപിക്കേണ്ടത്? നീതി സ്ഥാപിക്കണം. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ തിരുമനസ്സ്. ദൈവത്തിൻ്റെ തിരുമനസ്സ് എന്താണോ അത് നമ്മുടെ ജീവിതം സ്ഥാപിക്കുന്നവരെ എന്ത് ചെയ്യും? പരാജിതനാവുകയില്ല. അവൻ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല. ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ വിജയിച്ച ചരിത്രം പറയുകയാണ്. വിശ്വാസി വിജയിക്കാനുള്ളവനാണ്. ദൈവ തിരുമനസ്സാകുന്ന ദൈവത്തിൻ്റെ നീതി അത് ഭൂമിയാകുന്ന നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോഴോ നമ്മൾ പരാജയപ്പെടുകയില്ല. നമ്മൾ യുദ്ധം ചെയ്യും, ഈ യുദ്ധം നമ്മൾ ജയിക്കും. മറിയത്തോടൊപ്പം സ്തുതിക്കട്ടെ. ഓൺലൈനിലുള്ള എല്ലാ സഹോദരങ്ങളും എഴുന്നേൽക്കുക. നമ്മൾ കർത്താവിൻ്റെ ജീവിക്കുന്ന ദിവ്യകുർബാനയുടെ സാന്നിധ്യത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ജീവിത ദുരിതങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾക്കും വേണ്ടി ജീവിത ദുരിതങ്ങൾക്കെതിരെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഓരോ സമയവും നിങ്ങളെ കർത്താവ് സ്പർശിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛന് വചനം കിട്ടണം, പ്രാർത്ഥിക്കുമ്പോൾ വചനം കിട്ടണം, കർത്താവ് രോഗസൗഖ്യത്തിൻ്റെ മേഖലകളെ എനിക്ക് കാണിച്ചു തരണം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് സാന്ത്വനം ഉണ്ടാകണം, സമാശ്വാസം ഉണ്ടാകണം. കർത്താവ് എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ഈശോ പലതരത്തിലുള്ള നെഞ്ചലച്ചിൽ അനുഭവിക്കുന്നവരെ ഇപ്പോഴും ധ്യാനം കൂടുന്നുണ്ട്. ഈശോ നെഞ്ചലച്ചിലെ കർത്താവ് നെഞ്ച് വിങ്ങുന്നവരെ, അവിടെ മുമ്പിൽ ഒരു സമാധാനം ഇല്ലാതെ ഇരിക്കുന്നവരെ അവരെ നീ ഇപ്പോഴും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ നീ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയെ നീ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 1986 മുതൽ തുടങ്ങിയ കൗൺസിലിങ്ങിലൂടെ കർത്താവെ നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് വളർന്നിട്ടുള്ള ജനങ്ങളെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെല്ലാം ഓർത്തുകൊണ്ട് കർത്താവെ ഇപ്പോൾ ഈ ആരാധന കൂടുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അവരെ ഓർക്കണത്. കർത്താവെ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടങ്ങളെ കർത്താവ് നീ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഇപ്പോഴും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ കർത്താവെ നീ സ്പർശിക്കണമേ. കർത്താവേ, ശ്വാസകോശമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ കർത്താവെ നീ സ്പർശിക്കണമേ. കർത്താവെ, ശ്വാസകോശമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ നീ സ്പർശിക്കണേ. കർത്താവെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിന്റെ അടയാളത്തിൽ മാരക രോഗങ്ങളെ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ചിരങ്ങും ചൊറിയുമുള്ളവർ ഇപ്പോൾ ഈശോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗർഭപാത്രത്തെയാണ്. ഗർഭപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതായത് ഊടിന് താഴെ തൊട്ട് താഴെ വരെ ഇങ്ങനെ വിരിഞ്ഞ് കളറെല്ലാം മാറി മഞ്ഞ നിറത്തി കാണിക്കുന്ന ഭാഗങ്ങളുണ്ട്. അത് രക്തത്തിൻ്റെ എല്ലാ ഓട്ടം കുറഞ്ഞ് മരവിച്ച് രക്തോട്ടമില്ലാത്ത ഭാഗങ്ങൾ, ഭയങ്കര ഗുരുതരമായ മാരകമായ ഒരു അവസ്ഥ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ ഗർഭപാത്രത്തിൽ ഞാൻ വേറെ കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെങ്കിലും ഈശോ ഇപ്പോഴും ദർശനം തന്ന കാരണം ആ ഗർഭപാത്രങ്ങളെ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ എന്ത് രോഗമാണ് ഈ മഞ്ഞ നിറത്തി കാണുന്നത്, അത് യേശുവിന്റെ നാമത്തിൽ കൃപാസാൽത്താറെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യത്വത്തിൽ യേശു നാമത്തിൽ പൂർണ്ണമായി സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിൻകഴുത്തിൽ വേദന ഉള്ളവർ പിൻകഴുത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തലയിലെ വേദന വിട്ടുമാറാത്തവർ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രഷർ രോഗികൾ, ഷുഗർ രോഗികളൊക്കെ നെറ്റിയിലെ നെഞ്ചത്തും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസിലൈറ്റ് രോഗികളെ തൊണ്ടയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ PCOD ഉള്ളവർ, അതുപോലെ തന്നെ പിസ്റ്റുല രോഗികളെ, അതുപോലെ തന്നെ ഗർഭാശയത്തിൽ മുഴയുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കാൻ പാടുള്ളവർ, കിഡ്നി രോഗികൾ, എല്ലാ അടിവയറ്റിൽ മുതുകിനൊക്കെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നടുവ് രോഗികൾ, നടുവ് ഇരിക്കാൻ പറ്റാത്തവർ, അത് കിടക്കാൻ പറ്റാത്തവർ, ഉറങ്ങാൻ പറ്റാത്തവരെല്ലാം നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശേറ്റവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശേറിയവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുൾക്കിട ചുഴിയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശിൽ തറച്ചവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശിൽ തറഞ്ഞവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശിൽ മരിച്ചവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഉയർത്തുന്നവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങള്, തിരാവേദികള് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ശ്രുതിക്കട്ടെ, വിശുദ്ധ രക്തത്താൽ കഴുകണമേ. മുടി കൊഴിഞ്ഞു പോകുന്നവരെ കർത്താവേ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങളെ കർത്താവേ വിശുദ്ധ രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുക. നെഞ്ചുവേദന അനുഭവിക്കുന്നവരെ, ഹൃദയ സ്തംഭനമുള്ളവരെ, ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരെ, കരളിന് നീർവീഴ്ചയുള്ളവരെ, ഫാറ്റി ലിവറുള്ളവരെ, മഹോദര രോഗികളെ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഓരോരുത്തരെ കാണുമ്പോൾ കർത്താവ് വഴിയിൽ ഓരോരോ സ്ഥലത്ത് താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. തെങ്ങിലും അതുപോലെ തൂണിലുമൊക്കെ താങ്ങിക്കൊണ്ട് കർത്താവ് നടക്കാൻ വയ്യാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ് ഉറക്കം രാത്രി ഇല്ലാത്ത പറഞ്ഞു, കർത്താവ് ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്ന് കരഞ്ഞുകൊണ്ട് കർത്താവ് കൃപാസനത്തിൽ പറയുന്നുണ്ട് ഈശോയെ. അവരെല്ലാം അവരെപ്പോലുള്ളവരെ സമർപ്പിക്കാൻ പ്രാർത്ഥിക്കണം. ഈശോ അവരെ സ്പർശിക്കണമേ കർത്താവ്. ഈശോ ഞാൻ പറയാത്ത രോഗങ്ങൾ, തീരാത്ത രോഗങ്ങൾ കർത്താവ് ഇപ്പോഴും കർത്താവ് തുടച്ചു മാറ്റണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തിക കടങ്ങളുള്ളവരെ സാമ്പത്തികമായ ഒരു വഴി, ഈ 10,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ മാത്രമേ ഉള്ളൂ അച്ചോ, ഇനി ഇത് തീർന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ നിലനിർത്താം, വിശപ്പറിയാതെ എങ്ങനെ സ്കൂളിൽ വിടുമെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവരെ കർത്താവ്, കിടക്കാൻ ഇടമില്ലാത്തവരെ കർത്താവ്, വാടകയ്ക്ക് വേണ്ടി ഒഴിയേണ്ടി വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്കും പാട്ടത്തിന് താമസിക്കുന്നവരെ കർത്താവ്, കല്യാണം വരുമ്പോൾ കല്യാണം ഇങ്ങനെയുള്ള പൊറുതി കൊണ്ടാണ് കല്യാണം വരാത്തതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ്, വസതി കൊണ്ടും വീട് കൊണ്ടും പ്രതികൂലമായ സാഹചര്യത്തിൽ കല്യാണം വരാത്തവരെ, മറ്റു രോഗങ്ങൾ കൊണ്ടും കർത്താവ്, സൗന്ദര്യത്തിൻ്റെ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് കർത്താവ് കല്യാണവും നഷ്ടപ്പെട്ടു പോയവരെ, കല്യാണം ഇല്ലാത്തവരെ, കല്യാണം വരാത്തവരെ കർത്താവ് ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർ ശ്രമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജോലി ഇല്ലാത്തവരെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നൈപുണ്യ പരീക്ഷകളെ കർത്താവ്, യോഗ്യത പരീക്ഷ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാവേ. കർത്താവ് പരീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, പരീക്ഷയിൽ കർത്താവ് ഫലം പ്രതീക്ഷിക്കുന്നവരെ എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇവിടെ ഉടമ്പടി ചെയ്തു പോയ മക്കൾ കർത്താവ്, ഓരോരോ പരീക്ഷയ്ക്കും ഇന്റർവ്യൂ വേണ്ടി കർത്താവ്, ജോലിക്ക് വേണ്ടി കർത്താവ്, വിദേശ യാത്രയ്ക്ക് വേണ്ടി കർത്താവ്, നാട്ടിലുള്ള ജോലിക്ക് വേണ്ടി കർത്താവ്, പരീക്ഷ എഴുതി നിൽക്കുന്ന ഒരു കർത്താവ്, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾ കർത്താവ്, അവരെല്ലാ സങ്കടങ്ങളെയും കർത്താവ്, അവിടെ എല്ലാ സങ്കടങ്ങളെയും കർത്താവ് സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, സന്തോഷത്തിന്റെ സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. അതുപോലെ തന്നെ പല സാമ്പത്തിക സർട്ടിഫിക്കറ്റുകൾ കുരുങ്ങിപ്പോയവർ, ഇല്ലാത്തവർ, ജോലി രേഖകൾ നഷ്ടപ്പെട്ടവർ, അതിൻ്റെ കാലാവധി കഴിഞ്ഞവർ, പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്നവർ, വിദേശത്തായാലും സ്വദേശത്തായാലും അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഉടമ്പടിയിൽ സമൃദ്ധ നിയോഗങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഇതാ ഈശോ നിങ്ങൾ ഓരോരുത്തരെയും ആശീർവദിക്കുക. നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയപ്പെടുകയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവര്, ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്നവര്, ലൈറ്റ് ക്യാനിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നവര്, ഈ ശുശ്രൂഷ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിയോഗം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഇതാ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ചൊരിയപ്പെടുകയാണ്. കർത്താവ് അവരെ സ്പർശിക്കുകയാണ്. മാരക രോഗികളെയും ദുരിതം അനുഭവിക്കുന്നവരെയും ഈശോ സ്പർശിക്കുകയാണ്. ഇന്ന് ദിവ്യകാരുണ്യ ആരാധനയില് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച ഓരോ നിയോഗങ്ങളെയും ഹൃദയത്തിലേറ്റ് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഇപ്പോൾ ദിവ്യകാരുണ്യത്താല് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുകയാണ്.